കോളനീകരണം എന്ന വിഷയം ഇവിടെ പരിഗണിക്കുകയാണ്. ഈ പേര് ഒരുപക്ഷെ രാഷ്ട്രാന്തരീയ ശ്രദ്ധയിൽ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. ഡീകോളനൈസേഷൻ ഓഫ് ഇമാജിനേഷൻ എന്ന നിലക്ക് അതിൻ്റെ ഒരു വിവർത്തനം എന്നുള്ള നിലക്കായിരിക്കണം സംഘാടകർ ഭാവനയുടെ അപകോളനീകരണം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. ഇത് എങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകേണ്ടതിനെ കുറിച്ച് ഞങ്ങൾ ചെറിയൊരു ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ മാഷോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാഷെന്നാ തീരുമാനിച്ചെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ആ നിലക്കാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷെ ഒരു ഘട്ടത്തിൽ അത് ആ നിയമമൊക്കെ തെറ്റിപ്പോകാനും മതി. മാഷോട് ഞാൻ ചോദിക്കുകയാണ്, ഈ കോളനീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പ്രദായിക പണ്ഡിതന്മാർ പറയുന്ന പോലെ മാത്രമല്ല കാര്യം, മനസ്സിലും കോളനികൾ പണിയുന്നുണ്ട്. ഈ കോളനി എന്ന വാക്ക് വളരെ അപകടം പിടിച്ച വാക്കാണ്. നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ ചില പ്രത്യേക സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേക സ്ഥലം കൊടുത്തിട്ട് അവിടെ കോളനി, നിങ്ങളിവിടെ അങ്ങനെ പറയാം, കോളനിക്കാർ എന്നുള്ള പ്രയോഗമൊക്കെ ഉണ്ട്. ഒരു TV പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ രോഗം, ആ കോളനി ഒരുപാട് ആൾക്ക് രോഗമുണ്ട്. അതിൽ എന്നെ അറിയുന്ന ഒരാൾ പറഞ്ഞത്, എൻ്റെ ആഗ്രഹം നിങ്ങളെപ്പോലുള്ള ആളുകൾ താമസിക്കുന്ന വീടിനടുത്ത് എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ അങ്ങോട്ട് മാറാനാണ്. ഈ കോളനി ഞങ്ങൾക്ക് വേണ്ട, ഒരേപോലുള്ള ആളുകളുടെ ഈ കൂട്ടുപാർപ്പ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും. അങ്ങനെ ഒരു കോളനി കൂടിയുണ്ട്. അപ്പോൾ മനസ്സിലെ കോളനി ഉണ്ട്, നമ്മുടെ സർക്കാർ വലിയ സൗജന്യം പോലെ അനുവദിക്കുന്ന ഇങ്ങനെയുള്ള കോളനി ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ലോകാവസ്ഥയിൽ കോളനി എന്ന് പറയുന്ന കോളനൈസേഷൻ പോലുള്ള വാക്കുകൾ നമുക്ക്, പ്രയോഗങ്ങൾ, ആശയങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ കോളനീകരണം ഒരു സമഗ്ര പദ്ധതിയാണ് എന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ടോട്ടൽ ആൻഡ് ഹോളിസ്റ്റിക്. അത് ഭരണത്തിന്റെ യുക്തിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മനസ്സിലും വ്യവഹാരങ്ങളിലുമൊക്കെ കോളനികൾ പണിയുക എന്നുള്ളത് പഴയ ബ്രിട്ടീഷ് ഭരണത്തിന്റെ രീതിയായിരുന്നു, ആവശ്യമായിരുന്നു. അത് അവർ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ചൂഷകൻ നിർദ്ദേശിക്കുന്ന മട്ടിൽ ലോകത്തെ നോക്കിക്കാണുക എന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട താല്പര്യം. ഭരണീയരുടെ താല്പര്യം, ഭരണകർത്താക്കളുടെ താല്പര്യം അനുസരിച്ച് അതിന് ഭരണത്തിന് ഇരയാവുന്നവരുടെ താല്പര്യം പ്രധാനമല്ല. ഞങ്ങൾ ജ്ഞാനം എഴുതുകയും തീരുമാനിക്കും എന്താണ് ലോകം, ലോകത്തിന്റെ ഭൂപടം. അത് ലോകത്തിന്റെ ഭൂപടം എല്ലാവരും പറയുന്ന കാര്യമാണ്. ലോകത്തിന്റെ ഭൂപടം നിർമ്മിക്കുന്ന കാലത്ത് യൂറോപ്പിനാണ് പ്രാധാന്യം. അങ്ങനെ തന്നെ ഭൂപടം നിർമ്മിക്കണമെന്നില്ല. നമ്മൾ സ്കൂൾ ക്ലാസ്സുകൾ കണ്ട് നമ്മൾ ഉറപ്പിച്ച ലോകത്തിന്റെ ഭൂപടം തന്നെ ഒരു കൊളോണിയൽ നിർമ്മിതിയാണ്. ഒറ്റ നോട്ടത്തിൽ കാണുക യൂറോപ്പാണ്, പണ്ടേ പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ വളരെ വളരെ വിപുലമായ ഒരു വിഷയമായിട്ട് ഇതിനകം മാറിയിട്ടുണ്ട് കോളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം, മാസ്റ്റർ ചോദിക്കാവുന്ന ചോദ്യം, ഈ ഡീകോളനൈസേഷൻ എന്നുള്ള നിലക്ക് ഒരു സമഗ്രമായ വിമർശന പദ്ധതി നമുക്ക് എത്രത്തോളം സാധ്യമാവും, അല്ലാതെ സാധ്യമാവേണ്ടതുണ്ടോ, ഇതാണ് ചോദ്യം. ഡീകോളനൈസേഷൻ എന്നുള്ള പദ്ധതി സാധ്യമാകുമോ, അല്ല സാധ്യമാകേണ്ടതില്ലേ? ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിലേക്ക് വരാം. നിങ്ങൾ 1914 ഈ ലോകത്തിന്റെ ഭൂപടം എടുത്ത് നോക്കിയിരുന്നെങ്കിൽ ഏതാണ്ട് 70% ലോകരാജ്യങ്ങളുടെ പേര് നോക്കിയാൽ 70% ആ ഭൂപടത്തിന്റെ ഭാഗം കോളനികളാണ്. ഏതാണ്ട് 1920 ആ സമയത്തെ കഥയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും കോളനികൾ സ്വതന്ത്രമായിരിക്കുന്നു. 47 നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം മുതൽ 91-ലോ 92-ലോ മറ്റോ സൗത്ത് ആഫ്രിക്ക സ്വതന്ത്രമായത് വരെ ഉള്ള ഒരു ഡീകോളനൈസേഷന്റെ ഒരു ചരിത്രം 20-ാം നൂറ്റാണ്ടിനുണ്ട്. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചരിത്രമാണ്. കാരണം അതിൽ വലിയ ചിന്തകരുടെ ഒരു സംഭാവനയുണ്ട്.
അവിടെയാണ് ഞാൻ ഗാന്ധിയെ ഓർമ്മിക്കും, ഫാനനെ ഓർമ്മിക്കും, അല്ലെങ്കിൽ നാരായണ ഗുരുവെ ഓർമ്മിക്കും. ഒരു പക്ഷേ 19ാം നൂറ്റാണ്ടിൽ പോയാൽ ഗുലാംഗിരി എന്ന പുസ്തകം എഴുതിയ ജ്യോതിബ ഫുലെ, അദ്ദേഹം 1871 മറ്റാണ് ജ്യോതിബ ഫുലെ ഗുലാംഗിരി എന്ന പുസ്തകം എഴുതുന്നത്. ഗുലാംഗിരി എന്ന പുസ്തകം സമർപ്പിക്കപ്പെട്ടത് ഈ അമേരിക്കയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന നിഗ്രോ വംശജർക്ക് വേണ്ടിയായി. അപ്പോൾ ഈ ഡീകോളനൈസേഷൻ എന്ന ഒരു ആശയത്തിന്റെ ഒരു വലിയ ചരിത്രം, ആ ആശയത്തിന്റെ ഒരു ചരിത്രം തീർച്ചയായിട്ടും രാജഗോപാലൻ പറഞ്ഞ ഒരു കാര്യം, ഇതൊരു സമഗ്രമായിട്ടുള്ള സാമ്രാജ്യത്വവാദവും അധിനിവേശവാദവും ഒക്കെ വളരെ സമഗ്രമായിട്ട് നടപ്പിലാക്കപ്പെട്ട രാഷ്ട്രീയ പ്രക്രിയകളാണ്. അതുകൊണ്ടാണ് ഫാനൻ പറയുന്നത് ഡീകോളനൈസേഷൻ ഇസ് എ വയലന്റ് പ്രോസസ്. അത് വളരെ ഹിംസാത്മകമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അത് സമഗ്രമായതുകൊണ്ട് തന്നെ അതിനെ ഒരു പ്രത്യേക മേഖലയിൽ മാത്രം നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല. അത് മാനസികമായിട്ട്, അതേപോലെ തന്നെ ബൗദ്ധികമായിട്ട്, ഭാഷാപരമായിട്ട്, ഈ ഡിസ്കഷൻ പറയുന്ന പോലെ ഭാവനാപരമായിട്ട് ഒരു ജനതയെ മുഴുവനായിട്ട് അമാനവീകരിക്കുന്നുണ്ട്. ഒരു തരത്തിൽ കോളനൈസേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ മാനവികതയെ നിഷേധിക്കുകയാണ്. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്, ദർ ഇസ് നത്തിങ് കോൾഡ് ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇൻ കോളനൈസ്ഡ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ. വേറൊരു കാര്യം, ഈ ഫാനൻ എഴുതിയൊരു പുസ്തകമുണ്ട്, ദ ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്. അതിന്റെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ലാംഗ്വേജ് ആൻഡ് ദ നീഗ്രോസ്. ഭാഷയിലാണ് ആദ്യമായിട്ട് കോളനൈസേഷന്റെ പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നത്. ഇത് ബെർണാഡ് കോഹൻ എഴുതിയ ദ കമാൻഡ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് കമാൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു സബാൾട്ടൺ സ്റ്റഡീസ് പ്രബന്ധമാണത്. അദ്ദേഹം പറയുന്നത് തന്നെ ദ കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ വാസ് ദ കോൺക്വസ്റ്റ് ഓഫ് ലാംഗ്വേജ്. കോൺക്വസ്റ്റ് ഓഫ് തോട്ട് എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറയുന്നത് ഭാഷയിലൂടെയാണ് കോളനീകരണം സംഭവിച്ചത്. ഇംഗ്ലീഷിന്റെ ഒരു പ്രാധാന്യവും പ്രാമുഖ്യവും അത് ഒരു പുതിയ എലിറ്റിനെ, ഒരു പുതിയ വരേണ്യ വർഗത്തെ ഉണ്ടാക്കിയെടുക്കാൻ കോളനി അധികാരികൾക്ക് കഴിഞ്ഞു. ഈ വരേണ്യവർഗം അവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയും അവർ ആവശ്യപ്പെടുന്ന പോലെ പ്രവർത്തിക്കുകയും അവരുടേതായിട്ടുള്ള ഒരു ചിന്താ പദ്ധതി, ജ്ഞാന പദ്ധതി പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു. ഒരു പുസ്തകം വളരെ വളരെ പ്രധാനമാകുന്നത്. ഈ ഫാനൊക്കെ 50കളിൽ എഴുതുന്നു, ഇത് 20കളിലാണ് ഹിന്ദ് സ്വരാജ് മാതിരിയുള്ള ഒരു പുസ്തകം വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഗുലാംഗിരിയും ഈ ഹിന്ദ് സ്വരാജും ഒരേപോലെ ചോദ്യോത്തരങ്ങളാണ്. ഒരുപക്ഷെ ഇന്ത്യൻ പാരമ്പര്യത്തിലുള്ള ഒരു തരം ജ്ഞാനം അറിയാൻ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരം കിട്ടുന്നു, ആ ഉത്തരത്തെ പറ്റി വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയുള്ളൊരു ഹിന്ദ് സ്വരാജ് അതിശക്തമായിട്ട് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന ഒരു ആശയത്തെ തന്നെ, ആ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഫലിതമുണ്ട്, വാട്ട് യു തിങ്ക് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് ആരോ ഗാന്ധിയോട് ചോദിച്ചു. ഗാന്ധി പറഞ്ഞു ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഗാന്ധിക്ക് സംശയം ഉണ്ടായിരുന്നു. അത് ഉള്ളത് വാസ്തവത്തില് ഒരു അക്രമാസക്തമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള സാമ്രാജ്യത്വവാദമായിട്ടാണ് അത് നിലനിന്നത്. അപ്പോൾ ഈ ചർച്ച മുന്നോട്ട് പോകാൻ വേണ്ടി 2 കാര്യങ്ങൾ ഞാൻ അടിവരയിട്ട് പറയാണ്. ജ്ഞാന പദ്ധതികളിലൂടെയാണ്, അറിവിന്റെ ഉൽപാദനത്തിലൂടെയാണ് കോളനി വൽക്കരണം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡീകോളനൈസേഷൻ എന്നത് പ്രാഥമികമായിട്ടും ഭാഷയും ജ്ഞാന പദ്ധതികളും ചിന്താരീതികളും ഭാവനയുടെ സാധ്യതകളും ഒക്കെ സമഗ്രമായിട്ട് പങ്കെടുക്കുന്ന ഒന്നാണ്.
രണ്ടാമതായിട്ട് നമ്മൾ 47 അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക 91 ഒരു കൊളോണിയൽ കാലഘട്ടത്തിന് പുറത്തു വന്നു. പക്ഷേ ഇത് പൊളിറ്റിക്കൽ ഫ്രീഡം ഒരു അതിർത്തി വരെ. പക്ഷെ എത്രത്തോളം നമ്മൾക്ക് സോഷ്യൽ ഫ്രീഡം ഉണ്ടായി, അംബേദ്കർ ഒക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ ഡീകോളനൈസേഷൻ എന്ന ഒരു ആശയം തന്നെ 90-കൾക്ക് ശേഷമാണ്. അതിന് സൈദ്ധാന്തികമായിട്ടുള്ള പല ഒരു പശ്ചാത്തലം ഉണ്ട്, അതിലേക്ക് വരാം. പക്ഷെ ഈ 90-കൾക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള ചിന്താപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ആണ് വാസ്തവത്തിൽ അതൊരു യൂറോപ്യൻ, രാജഗോപാലിനെ സൂചിപ്പിച്ചു, ഇതൊരു യൂറോപ്യൻ ആശയം കൂടിയാണ്. ഡീകോളനൈസേഷൻ എന്നത് ഒരുതരം ഫ്രഞ്ച് അല്ലെങ്കിൽ അമേരിക്കൻ ഇങ്ങനെയുള്ള ബുദ്ധിജീവികളിൽ നിന്ന് വന്നതും കൂടിയാണ്. പക്ഷെ അവർ ഒരു പക്ഷേ ഈ ആശയത്തെ എത്തിപ്പെട്ടത് അതിൽ ഗാന്ധിയുടെ, ഫാനന്റെ, നമ്മൾ ആവർത്തിച്ച് പറയേണ്ട വാക്കാണ് നാരായണ ഗുരു, ഇവരുടെയൊക്കെ വലിയ ഒരു സംഭാവനകളുണ്ട്. ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ വലിയ കാര്യമാണ് ചോദിക്കുന്നത്. ഈ കോളനി എന്നുള്ള വാക്ക് ഏതാണ്ട് മലയാള വാക്ക് പോലെ ആയി തീർന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം അത് ഇംഗ്ലീഷ് വാക്കാണ്, അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ നമുക്കറിയാം. ഞാൻ മാഷോട് ഇങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗം ചോദിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും നമുക്ക് കോളനിക്കൊരു നല്ല മലയാളം ഇപ്പോഴും ഇല്ലാതിരിക്കുന്നത്? നമ്മൾ അത് വി ഡോണ്ട് ഫീൽ ദ നീഡ്, നമുക്കത് വേണം തോന്നില്ല. ഞാൻ ഇംഗ്ലീഷാണ് പറയുന്നത് അല്ലേ, നമുക്ക് അത് വേണം തോന്നില്ല. ആ വാക്ക് കോളനിക്ക് ഒരു മലയാള വാക്ക് വേണം തോന്നുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഇത് നമ്മുടെ ഈ കോളനൈസേഷനിലെ ആശയത്തോട് ഉള്ള ബന്ധത്തെ കുറിച്ച് തന്നെ ആലോചന ഉണ്ടാക്കാൻ തക്ക വിധത്തിൽ ശക്തിയുള്ള ഒരു ആബ്സെൻസ് ആണ്. ഇല്ല, വാക്ക് മലയാളത്തിൽ വാക്കില്ല. എന്തുകൊണ്ടായിരിക്കും മലയാളി വാക്കില്ലാക്ക? നമ്മൾ എത്രയോ വാക്കുകൾ ഉണ്ടാക്കിയ ആൾക്കാർ, പക്ഷെ നമുക്ക് വാക്കില്ല. പക്ഷെ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരിക്കലും ആ തരത്തിൽ കോളനൈസ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഒരു വാക്കിന്റെ ഉത്ഭവം ആ ഒരു ജനതയുടെ വളരെ പ്രാഥമികമായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു തലത്തിൽ നിന്നായിരിക്കും ഉണ്ടായി വരിക. ഇവിടെ എനിക്ക് തോന്നുന്നത് കോളനൈസേഷൻ എന്നത് ഇന്ത്യയിൽ ഇപ്പോ മുഗൾ സാമ്രാജ്യത്തെ പറ്റിയൊക്കെ പറയാറുണ്ട്. അവർ ഇവിടെ വന്ന് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്തത്. ഒരു പേർഷ്യൻ സംസ്കാരത്തിന്റെ ഒരു വലിയ ഒരു തരംഗം തന്നെ ഇന്ത്യയിൽ ഉണ്ടായത് 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ട് കാലത്താണ്. അപ്പൊ കോളനൈസ് ചെയ്യപ്പെട്ടുവെങ്കിലും നമ്മുടെ ഇപ്പൊ 3-4 വലിയ സാമ്രാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മൗര്യ സാമ്രാജ്യമായാലും മുഗൾ സാമ്രാജ്യമായാലും പിന്നെ ബ്രിട്ടീഷാണ്. പക്ഷെ ബ്രിട്ടീഷ് ഒഴികെ ബാക്കി ആരും കോളനൈസേഷൻ എന്നത് ഒരു അജണ്ടയായിട്ട്, കൾച്ചറൽ അജണ്ടയായിട്ട് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ടായിരിക്കണം ഭാഷയില് ഇതിന്റെ അത്തരം ഒരു വടുക്കള് നമ്മൾക്ക് ചില ഇതിൽ സബാൾട്ടൻ സ്റ്റഡീസിലെ ഒരു വലിയ ആർഗ്യുമെന്റ്, ധാരാളം ജീവിതത്തിന്റെ പല ഭാഗങ്ങളും കോളനൈസ് ചെയ്യപ്പെടാതെ ഇന്ത്യയിൽ തുടർന്നു. ഇപ്പൊ സാധാരണ ജീവിതം ജീവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഗോത്രവിഭാഗങ്ങള്, അല്ലെങ്കിൽ കർഷകര്, തൊഴിലാളികള്, ഇവരൊന്നും നേരിട്ട് കൊളോണിയൽ ഭരണത്തിന്റെ കീഴിൽ കോളനൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. അവരുടെ മാനസികമായിട്ടുള്ള ലോകത്തേക്ക് കോളനിവൽക്കരണം എത്തിപ്പെട്ടിട്ടില്ല എന്നതൊരു വാസ്തവം. അതാണ് സബാൾട്ടൻ സ്റ്റഡീസിന്റെ ഒരു വലിയ വാദഗതി. ഒരു ഉദാഹരണത്തിലേക്ക് വീണ്ടും വരാം. ഇന്ദുലേഖ ഇംഗ്ലീഷ് ലേഖയാണ് എന്നുള്ള ഒരു ആർഗ്യുമെന്റ് നിലനിൽക്കുന്നുണ്ട്. ഇന്ദുലേഖയിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായി തന്നെ വരുന്ന ഒരു സന്ദർഭം, നാടകീയമായ സന്ദർഭം, ഇന്ദുലേഖയുടെ വിവാഹം കഴിഞ്ഞു എന്ന തെറ്റിദ്ധാരണയിൽ മാധവൻ കേരളം വിട്ട് കപ്പൽ വഴി ഉത്തരേന്ത്യയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് മാധവൻ ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ അദ്ദേഹമായിട്ട് പരിചയത്തിലാവുന്നു. അയാളുടെ പേര് ഷിയർ അലി ഖാൻ എന്നാണെന്ന് പറയുന്നത്. ഷിയർ അലി ഖാൻ മാധവനുമായി സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്.
ഇംഗ്ലീഷ് മാഷിപ്പോ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ വിമോചനത്തിന്റെ ഒരു ആയുധമായി തീരാം. പുതിയ വിമോചനത്തെ സംബന്ധിക്കുന്ന, തുല്യതയെ സംബന്ധിക്കുന്ന ചില ആശയങ്ങൾ ഇന്ത്യക്കാർ മനസ്സിലാക്കിയത് ഇംഗ്ലീഷിലൂടെ ആവാം. ഗാന്ധി ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച ആളാണ്, നെഹ്റു ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച ആളാണ്. ശ്രീനാരായണ ഗുരുവിന് പോലും അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഇംഗ്ലീഷിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മറുവശം കൂടിയുണ്ട്. മാധവന്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും തട്ടിക്കൊണ്ടുപോകുന്ന കള്ളനാണ് ഷേർ അലി ഖാൻ. അയാൾ അലഹാബാദിലെ സബ് ജഡ്ജാണെന്നൊക്കെ പറഞ്ഞാൽ പരിചയപ്പെടുന്നു. അപ്പോ ഇംഗ്ലീഷ് ഇങ്ങനെ പുതിയ വിജ്ഞാനത്തിന്റെ മാധ്യമമാകുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ചിലപ്പോൾ കള്ളന്റെ മാധ്യമം കൂടിയാവും എന്ന് പറയുന്ന, ചന്ദ്രൻ അറിയാതെ ഒരുപക്ഷെ പറയുന്ന ഒരു നോവലാണ് ഇന്ദുലേഖ എന്ന് ഞാൻ വാദിക്കാൻ ആഗ്രഹിക്കുന്നു. മാഷിന്റെ പ്രതികരണം എന്താ? ഇതിനെപ്പറ്റി MD അൻസാരി എഴുതിയൊരു ലേഖനമുണ്ട് ഇന്ദുലേഖയെ പറ്റിയിട്ട്. ചിലർക്കൊക്കെ അത് വായിച്ചവരുണ്ടാവാം. അത് ഈ പ്രത്യേക സന്ദർഭം അൻസാരി എടുത്ത് ഒരുപക്ഷെ ഒരു ആന്ധ്യമുണ്ട്. തീർച്ചയായിട്ടും O. ചന്തുമേനൻ മാധവനെ നവോത്ഥാന നായകനാക്കുമ്പോൾ ഒരു പുതിയ മലയാളി കർത്തൃത്വത്തിന്റെ സ്വത്വത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരു നായർ സമുദായത്തിലെ ഒരു വരേണ്യ വർഗക്കാരൻ വരുമ്പോൾ അതിന്റെ അപരനായിട്ട് ഇവിടെ ഒരു മുസ്ലിം വരുന്നു എന്നത് തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ പറഞ്ഞ പ്രോബ്ലമാറ്റിക് ആണ്. അതൊരു പ്രശ്ന പരിസരം ഈ നോവലിന്റെ ഉള്ളിൽ ഉണ്ട്. അതാണ് അൻസാരി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ അച്ചടിയിൽ തന്നെ ഇത് പഴുത്ത പുഴുത്ത എന്ന രണ്ട് വാക്കുകളുടെ ഒരു കൺഫ്യൂഷൻ. അയാൾ പറഞ്ഞ പഴുത്ത ഓറഞ്ചിന്റെ നിറാണ്, അത് വേറെ ചില എഡീഷനിൽ പുഴുത്ത ഓറഞ്ചാണ് എന്നുള്ള ഒരു അപ്പൊ പഴുത്തതാണോ പുഴുത്തതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരു പക്ഷെ O. ചന്തുമേനന് തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ കാര്യം ഇതാണ്, ഈ ഒരു പ്രത്യേക വരേണ്യ വിഭാഗത്തെ നിങ്ങൾ ഒരു മുഖ്യധാരയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ വലിയ തരത്തിലുള്ള അപരത്വവൽക്കരണങ്ങൾ, അതറൈസേഷൻ പലരെയും നിങ്ങൾ പാർശ്വവൽക്കരിക്കുന്നുണ്ട്. അതിന്റെ ഒരു എന്താണ്, അതിന് ഇംഗ്ലീഷ് എങ്ങനെ അത് വളരെ കൗതുകകരമാണ്. അതിപ്പോ ഒരു പക്ഷെ ഞാൻ ആ രീതിയിൽ എനിക്കൊന്നുമില്ല, അൻസാരി ആ രീതിയിൽ ഒരു പക്ഷെ ഈ പ്രത്യേക ക്യാരക്ടർ അയാൾക്കൊരു ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞത് അയാളുടെ ഇംഗ്ലീഷ് കൊണ്ടാവാം തീർച്ചയായിട്ടും. അപ്പോ ഇതൊരു പാൻ ഇന്ത്യൻ സന്ദർഭമാണ്. റെയിൽവേ സ്റ്റേഷൻ ഒരു പുതിയ ഒരു കോസ്മോപൊളിറ്റൻ സന്ദർഭമാണ്. അവിടെ നിങ്ങൾക്ക് ജാതി മതം ഇതൊന്നുമില്ല. രണ്ടാമത് അവിടെ അപ്പിയറൻസ് വളരെ പ്രധാനമാണ്. നിങ്ങളൊരു റെയിൽവേ സ്റ്റേഷനിൽ അപരിചിതരെ കാണുന്നു, അവരെ ധരിച്ച ഷെർവാണിയും തൊപ്പിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടുതൽ ഒരു സ്വത്വം എന്നത് അവിടെ ഒരു തരം കെട്ടുകാഴ്ചയാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഇംഗ്ലീഷ് ഇവിടെ എങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നമ്മൾ പറയാറില്ലേ ഒരു മാസ്ക് ഉണ്ടാക്കുന്നു. ഈ മാസ്ക് തന്നെയാണ് ഇംഗ്ലീഷിന്റെ പ്രശ്നം. അത് വളരെ ശരിയാണ്. ഗൗരി വിശ്വനാഥൻ എഴുതിയ പുസ്തകത്തിന്റെ പേര് മാസ് ഓഫ് കോൺക്വസ്റ്റ്. ബ്രിട്ടീഷുകാര് ഇന്ത്യയെ കീഴടക്കാൻ ഉപയോഗിച്ചത് ഇംഗ്ലീഷിന്റെ മാസ്കാണ്, ഇംഗ്ലീഷിന്റെ മുഖമല്ല. നമ്മള് മാസ്ക് എന്നുള്ളത് ഇപ്പൊ മലയാളമാക്കാം. അതുകൊണ്ട് ഈ ഒരു മാസ്ക് ഉപയോഗിച്ചാണ് അവർ, ഇത് ഷേക്സ്പിയറുടെ ഭാഷയാണ്, ഇത് വലിയ സംസ്കാരത്തിന്റെ ഭാഷയാണ്, ഇത് ഒരു യൂറോപ്യൻ ഭാഷയാണ്. ഇതൊക്കെ ഈ തരത്തിലുള്ള ഒരു മാസ്കിന്റെ നമ്മൾ പറയാ ഒരു ഹേലോ, ഒരു പ്രഭാവലയം ഇംഗ്ലീഷിന് ചുറ്റും ഉണ്ടായിരുന്നു. അത് ഡീകോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന്റെ പ്രഭാവലയത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ഞാനും രാജഗോപാലനും ഇംഗ്ലീഷ് കൊണ്ട് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജീവിച്ചവരാണ്. പക്ഷെ ഞാൻ കുറെ കൊല്ലമായിട്ട് നിരന്തരം സംസാരിക്കുന്നത് ഇംഗ്ലീഷിനെതിരെയാണ്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഇംഗ്ലീഷിനെതിരെയാണ്. ഇംഗ്ലീഷ് ഏത് തരത്തിൽ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നുള്ളത് നമ്മൾ കുട്ടികളെ പഠിക്കേണ്ട ഒരു കാര്യമില്ല. മനോജ് കുരൂർ പറയായിരുന്നു, അതേ താളമാണ് കാക്കയെ കാക്കയെ കൂടെ വിടെ എന്ന് വരിക്കും. അപ്പോൾ ഈ തരത്തിൽ
2ാം ക്ലാസ്സിൽ നഴ്സറിയിലൊക്കെ ഇംഗ്ലീഷ് വേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, നമ്മൾ ആ തലത്തിലൊന്നും ഇംഗ്ലീഷ് പഠിക്കുന്നതിന് എതിരെ ഒരു നിയമവുമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഭാഷകളിലേക്ക് മടങ്ങിയിട്ട് അതിലൊരു ആരൂഢം നമ്മൾ പണിയണം. പിന്നെ നിങ്ങൾക്ക് ഫ്രഞ്ച് പഠിക്കാം, ഇംഗ്ലീഷ് പഠിക്കാം, ഇംഗ്ലീഷിന്റെ ധാരാളം സാധ്യതകൾ ഉപയോഗിക്കാം. ഞാൻ അതിനെ ആ തരത്തിലാണ് കാണുന്നത്. അത് നമ്മൾ ഓഥോറിയൽ ഇന്റന്റ് എന്ന് പറയില്ലേ, എഴുത്തുകാരന്റെ ലക്ഷ്യം. പക്ഷെ കൃതി ഒരു ഓഥറുടെ ലക്ഷ്യത്തിന് ഉള്ളിൽ തന്നെ എപ്പോഴും നിൽക്കണമെന്നില്ല. ആണ് ഈ കൃതിയിലെ വാക്കുകൾ സമൂഹത്തിന്റെ വാക്കുകളാണ്, ആശയങ്ങൾ സമൂഹത്തിൻ്റെതാണ്. ഒരു പൂർണ്ണ ജന്മിയെ പോലെ ഒന്നും പെരുമാറാൻ പറ്റില്ല ഒരു എഴുത്തുകാരൻ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ചന്തുമേനോൻ എന്ന ബ്രിട്ടീഷ് കോടതിയിലെ ജഡ്ജിന്റെ സാംസ്കാരിക തീരുമാനങ്ങൾ അപ്പുറത്തേക്ക് ഇന്ദുലേഖ ചാടിപ്പോയ ഒരു സന്ദർഭമാണ് ഇത്. ഇംഗ്ലീഷ്, ഞാൻ ആവർത്തിക്കുകയാണ്, ഒരു കള്ളന്റെ, ഒരു ചതിയന്റെ മാധ്യമം കൂടിയാവാം എന്ന് തെളിയിക്കുക. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നതല്ല, ഞങ്ങൾ ഇന്ദുലേഖ വായിച്ച ആർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. സമ്മറി വായിക്കാൻ പാടില്ല മാത്രം. ഇംഗ്ലീഷിൽ, മലയാളത്തിൽ പിന്നെ മൂലകൃതിയായി നിലക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന ചെറിയ കാര്യമാണ്. അതാണ് മാഷിപ്പോ ഇങ്ങനെ വിശദാക്കിയത്. മാഷോടുള്ള അടുത്ത ചോദ്യം, നമ്മള് പഴയ യജമാന രാജ്യങ്ങളുണ്ട്, ബ്രിട്ടൻ അല്ലെങ്കിൽ ഫ്രാൻസ്, ഓരോ നാട്ടിലും ഓരോ യജമാന രാജ്യം. ആ യജമാന രാജ്യങ്ങളിലെ സാഹിത്യകൃതികളാണ് ഇപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ത്യ പോലുള്ള മുൻ കോളനി രാജ്യങ്ങളുടെ സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ കേരളത്തിൽ വലിയ ഒരു ബോധമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോഴും ഇംഗ്ലീഷ് MA മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പണ്ട് മുൻ കോളനി രാജ്യങ്ങളിലെ സാഹിത്യകൃതികളോട് സാംസ്കാരികമായി, രാഷ്ട്രീയമായി ഒരു സംവാദം സാധിക്കുന്ന സാംസ്കാരിക അന്തരീക്ഷം കേരളത്തിൽ ഇപ്പോഴും വേണ്ടത്ര രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് കേരളീയതയെ കുറിച്ചുള്ള, കേരളത്തിലെ സ്വാതന്ത്ര്യബോധത്തെ കുറിച്ചുള്ള ഒരു വിമർശനമായിട്ട് തന്നെ സ്വീകരിക്കാൻ തോന്നുന്നു. അത് വളരെ ശരിയാണ്. വാസ്തവത്തിൽ ഈ ആഫ്രിക്കയിൽ നിന്നാണ്, ഇപ്പൊ നമുക്കറിയാം, തിയങ്കോ എന്ന ചിന്തകന്റെ ഡീകോളനൈസേഷൻ ഓഫ് ഇംഗ്ലീഷ്, അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷ് പഠനം തന്നെ ആഫ്രിക്കക്കാർ നിർത്തണം എന്നുള്ള ഒരു അതിതീവ്രവാദം അദ്ദേഹം ഉന്നയിക്കുകയുണ്ട്. എത്രത്തോളം ഇംഗ്ലീഷിനെ നമ്മൾ അടിമപ്പെടുന്നുവോ അത്രത്തോളം നമ്മുടെ ഭാഷകൾക്ക് ഭാവി ഇല്ലാതാവും എന്ന ഒരു ഇത് ആഫ്രിക്കൻ കോണ്ടെക്സ്റ്റിൽ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില നോവലുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോഴും വലിയ ഒരു ബുദ്ധിജീവികൾ ഉള്ള ഒരു വൻകരയാണ് ആഫ്രിക്ക. നമ്മൾ ആഫ്രിക്കൻ ബുദ്ധിജീവികളെ പറ്റിയിട്ട് കാര്യമായിട്ട് ഇപ്പോഴും വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ പുസ്തകങ്ങൾ മലയാളത്തിലോ അങ്ങനെയുള്ള, ഇപ്പോൾ ഗുഗി വാ തിയങ്കോയുടെ ഒരു ആർട്ടിക്കിൾ, ഞാനൊരു ഇന്റർവ്യൂ ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം വായിക്കുന്നു, പഠിപ്പിക്കുന്നു, പക്ഷെ ഞാൻ അതിനെ കാണുന്നത് വളരെ വളരെ വ്യത്യസ്തമായിട്ടാണ്. വൂദറിംഗ് ഹൈറ്റ്സ് വായിക്കുമ്പോൾ ഹീത്ക്ലിഫ് എന്ന കഥാപാത്രം ഒരു അടിമയായിരുന്നു, അല്ലെങ്കിൽ അടിമത്വമായിട്ട് എന്തോ ബന്ധമുള്ള ഒരു അടിമയുടെ ഒരു ജീവിതം ആയിട്ട് ബന്ധമുള്ള ആളായിരുന്നു. അപ്പോൾ അടിമ എന്നുള്ളതിനെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് അടിമത്തത്തിന്റെ ഒരു ചരിത്രം വേണം. ഈ തരത്തിലുള്ള ധാരാളം എഴുത്തുകൾ, അടുത്ത കാലത്ത് വായിച്ച ദ ബ്രോക്കൺ ഗ്ലാസ് എന്നൊരു നോവൽ, അത് തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റ ഫുൾ സ്റ്റോപ്പ് ഇല്ല. അത് മാത്രമല്ല, അതിൽ വലിയ ക്യാപിറ്റൽ ലെറ്റർ ഇല്ല. ഇംഗ്ലീഷിനെ അദ്ദേഹം ഫ്രഞ്ച് ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്. അത് ഇംഗ്ലീഷിൽ വന്നു. അതിശക്തമായിട്ട് യൂറോപ്യൻ സാഹിത്യത്തെ അത് വിമർശിക്കുന്നു. അത് വിമർശനം എന്ന് പറഞ്ഞാൽ അത് ആഫ്രിക്കൻ സമൂഹത്തിന്റെ ഒരു സ്വയം വിമർശനമാണ്. ഇപ്പോ രാജഗോപാലൻ ചോദിച്ച ചോദ്യം ഒരു ആത്മവിമർശനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ട് മലയാളി അവന്റെ കോളനിവൽക്കരിക്കപ്പെട്ട മാനസിക സ്ഥലങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം ഒരു വ്യവഹാരം, സ്വന്തം ഒരു ഭാഷ, സ്വന്തമായിട്ട് ഒരു പുതിയ, നമുക്ക് പറയാം, പ്രതീകങ്ങൾ, ബിംബങ്ങൾ, അവിടെയാണ് ഈ ഒരു അപകോളനീകരണം പലപ്പോഴും സാധിക്കുക ഭാവനയുടെ ഇടപെടലിലൂടെയാണ്. ഗാന്ധി ഉപയോഗിച്ച ഉപ്പ് എന്ന പ്രതീകം എങ്ങനെ നമ്മളെ ഒരു പുതിയ രാഷ്ട്രീയ സാമൂഹ്യ തലത്തിൽ കൊണ്ടെത്തിച്ചു എന്ന് നമുക്കറിയാം. ഉപ്പ് വളരെ സാധാരണമാണ്.
അങ്ങേയറ്റം അസാധാരണമാണ്. പക്ഷേ ഗാന്ധി ജീവിതം മുഴുവൻ ഇങ്ങനെയുള്ള അതിസാധാരണമായിട്ടുള്ള പ്രതീകങ്ങള് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം കൊണ്ട്, അദ്ദേഹം ഗുജറാത്തിയിലാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. ഗാന്ധി ഇംഗ്ലീഷിൽ എഴുതി അത്ര തന്നെ അദ്ദേഹം ഗുജറാത്തിയിൽ എഴുതി. ഗുജറാത്ത് സാഹിത്യ പരിഷത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു മഹാത്മാഗാന്ധി. നിരന്തരമായിട്ട് ഗുജറാത്തി എഴുത്തുകാരോട് പറഞ്ഞതാണ്, നിങ്ങൾ ചെയ്യുന്നത് സാഹിത്യമല്ല, നിങ്ങൾ ഉണ്ടാക്കുന്നത് സാഹിത്യമല്ല എന്ന് പറഞ്ഞ ഒരു നിരൂപകനെ ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ളൂ. KM മുൻഷിയെ മുന്നിൽ നിർത്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളിത് എഴുതുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് മില്ലുടമകൾക്ക് വേണ്ടിയിട്ടാണോ? അഹമ്മദാബാദിലെ മില്ലുടമകൾക്ക് വേണ്ടിയാണോ നിങ്ങൾ സാഹിത്യം രചിക്കുന്നത്? അവർക്ക് സ്വന്തമായി ലൈബ്രറി ഉണ്ട്, സ്വന്തമായിട്ട് എഴുത്തുകാരെ വെക്കാം. പക്ഷെ എൻ്റെ കൂടെ ഉള്ള അങ്ങേയറ്റം പാവപ്പെട്ടവരായ, അവർക്ക് ഭാഷ പോലും ശരിക്കില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു വരി എഴുതിയിട്ടുണ്ടോ എന്ന് ഗാന്ധി ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം എനിക്ക് തോന്നുന്നത് ഇപ്പോഴും വളരെ വളരെ പ്രസക്തമാണ്. ഗാന്ധി അത് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വലിയ അത് ഡീകോളനൈസേഷൻ തുടങ്ങേണ്ടത് അങ്ങനെയുള്ള ഒരു ആശയ ലോകത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ്. കോളനി തിയേറ്ററിന്റെ, കൊളോണിയൽ തിയേറ്ററിന്റെ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ തിയേറ്ററിന്റെ ഏറ്റവും വലിയ ഒന്ന് സ്ഥാനമായി നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് വില്യം ഷേക്സ്പിയറെയാണ്. ഷേക്സ്പിയറുടെ നാടകങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും, അത് കൽക്കട്ടയിലാണ്, അതിന് വലിയ ചരിത്രമുണ്ട്. ഷേക്സ്പിയർ നാടകങ്ങൾ ഇന്ത്യയിൽ വന്നതിനെ കുറിച്ച് കൽക്കട്ടയിലാണ് ആദ്യം അത് സിലബസിൽ പെടുത്തിയത്. പിന്നെ നമ്മളൊക്കെ ഷേക്സ്പിയർ ഇപ്പോഴാണ് അത് മാറുന്നുണ്ട്. പുതിയ ഇംഗ്ലീഷ് BA പഠിക്കുന്ന കുട്ടികൾ ഷേക്സ്പിയറിന് അങ്ങ് പഠിക്കുന്നില്ല, MA പഠിക്കുന്നുണ്ട്. കുറച്ച് ഷേക്സ്പിയർ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ തന്നെ ഉണ്ട്. മാഷ്കാനെ സൂക്ഷ്മമായി പറയാൻ പറ്റും. പക്ഷെ ആലോചിക്കേണ്ട ചോദ്യം, കുറെ ഒരു 10-35 വർഷം മുമ്പ് തന്നെ ഈ അനിതാ ലൂംബ, മാർട്ടിൻ മോർക്കിൻ എന്ന് പറയുന്ന രണ്ടുപേർ ചേർന്ന് ഒരു പുസ്തകം എഡിറ്റ് ചെയ്യുകയുണ്ടായി. അതിന്റെ പേര് മിക്കവാറും ആളുകൾ കേട്ടിട്ടുണ്ടാവും, എങ്കിലും ഒരു ചർച്ചയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. പോസ്റ്റ് കൊളോണിയൽ ഷേക്സ്പിയേഴ്സ്. ഇനി ഒരു യൂണിലാൻഡ് ഒറ്റ ഏക സ്വഭാവമുള്ള, നമ്മൾ അധ്യാപകർ പഠിപ്പിച്ച മറ്റുള്ള ഒരു ഷേക്സ്പിയർ ഉണ്ടാവുകയില്ല. ഷേക്സ്പിയറുടെ വൈരുദ്ധ്യങ്ങൾ ഷേക്സ്പിയർ നാടകങ്ങൾ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. പോസ്റ്റ് കൊളോണിയൽ യുക്തികൾക്ക് അനുസരിച്ച് ഷേക്സ്പിയറെ വായിക്കാം. ഇംഗ്ലണ്ട് പ്രധാനപ്പെട്ട ഒരു സാഹിത്യ സ്ഥാപനമായി, ഒരു അയാൾ അക്കാഡമിയായി സങ്കല്പിക്കുന്ന ഷേക്സ്പിയറെ തന്നെ ചോദ്യം ചെയ്യാവുന്ന തരത്തിലുള്ള ജ്ഞാനവ്യവസ്ഥകൾ വിപ്ലവകരമായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആ നിലക്ക് ഷേക്സ്പിയറെ നമ്മൾ പഠിക്കാൻ നമ്മോട് സാധിക്കും, ഷേക്സ്പിയർ വൈരുദ്ധ്യങ്ങളിൽ ഉൾപ്പെടാൻ സാധിക്കും. ആ നിലയ്ക്ക് ഒരു പോസ്റ്റ് കൊളോണിയൽ ഷേക്സ്പിയേഴ്സ് എന്നുള്ള സങ്കല്പമുണ്ട്. അതിന് അനുഗുണമായിട്ടുള്ള കുറെ പ്രബന്ധങ്ങൾ പല നാടുകളിൽ നിന്നായി ശേഖരിച്ചിട്ടാണ് ഈ മാർട്ടിൻ ഓർക്കിനും അനിതാ ലൂംബയും ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ചോദിക്കാനുള്ള ചോദ്യം, എനിക്ക് പല ആഫ്രിക്കൻ കവികളായിട്ട് ഇമെയിൽ പ്രണയം ബന്ധമുണ്ട്. അപ്പോൾ അതിലൊരാൾ കുറച്ച് വർഷം മുമ്പ് വേർഡ്സ്വർത്ത്, ഞാൻ സ്കൂളിൽ പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളാണ്. വേർഡ്സ്വർത്ത് നിർബന്ധമായിട്ട് നമ്മുടെ സ്കൂൾ സിലബസിൽ ഉണ്ടാവും. ഞാൻ തമാശ ക്ലാസ്സിൽ പറയാറുണ്ട്, ഒരു കവിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പേരാണ് വേർഡ്സ്വർത്ത്, അല്ലേ? അതിനേക്കാൾ നല്ല മനോഹരമായിട്ടുള്ള പേര് ലോകത്തിൽ ഒരു കവിക്കും ഉണ്ടാവില്ല, അദ്ദേഹത്തിന് വേർഡ്സ്വർത്ത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞൊരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വേർഡ്സ്വർത്ത് പഠിപ്പിക്കുക. പക്ഷേ ഞാൻ ഈ ആവേശമൊക്കെ അദ്ദേഹത്തോട് കാണിച്ചപ്പോൾ വേർഡ്സ്വർത്തിനെ കുറിച്ചുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങളൊക്കെ ഈ കവി പ്രത്യേകിച്ച് വിഷയമൊന്നും ഇടക്കിടക്ക് ഇമെയിൽ അയക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്ന് പറയും, ഞങ്ങൾക്ക് വേർഡ്സ്വർത്തിന് ഇഷ്ടമല്ല. അതിന് ലളിതമായിട്ടുള്ള കാരണമാണ്, വേർഡ്സ്വർത്ത് ഈസ് ഓൺലി എ വിസിറ്റർ ടു നാച്ചർ. അദ്ദേഹം പ്രകൃതിയിൽ പോയി സന്ദർശിക്കുന്ന ആളാണ്. ഞങ്ങളെ ആഫ്രിക്കക്കാർക്ക് അങ്ങനെയല്ല, വി ആർ നാച്ചർ. ഞങ്ങൾ തന്നെയാണ് പ്രകൃതി. ഞങ്ങൾ ഈ ഡൊറോത്തിയുടെ ചുമലിൽ കൈവച്ച് പുറത്തുപോയി കാണുന്ന പ്രകൃതിയല്ല പ്രകൃതി, ഞങ്ങൾ ആ പ്രകൃതിയല്ല, ഞങ്ങൾ തന്നെ നാച്ചുറലാണ് ഞങ്ങൾ. വേർഡ്സ്വർത്തിനെ കുറിച്ച് ഇതുവരെ ചിന്തിക്കാത്ത, വേർഡ്സ്വർത്ത് ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ച ആളാണ്. വേർഡ്സ്വർത്ത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് നടന്നിട്ട് ഫ്രാൻസ് മുഴുവൻ നടന്നത് കുറച്ച് അതിശയോക്തിയായിരിക്കും, അതുകൊണ്ട് കാല് വളഞ്ഞുപോയി എന്നൊക്കെ ഞാൻ നടത്തത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതുമ്പോൾ വേർഡ്സ്വർത്ത് നടത്തുന്നില്ലെന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. എത്രയോ കിലോമീറ്റർ നടന്നുപോയി. തന്റെ പരീക്ഷയുടെ ഒരു ഘട്ടത്തിൽ പരീക്ഷ ഉപേക്ഷിച്ചിട്ടോ മറ്റാണ് അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ കാണാൻ വേണ്ടി ഫ്രാൻസിൽ നടന്നുപോയി. അത്രയും സ്വാതന്ത്ര്യവാദി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇദ്ദേഹം പറയുന്നത് ഈ ആശയത്തെ നിങ്ങൾ പ്രകൃതിയുടെ കവി എന്നൊക്കെ പറയാം, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രകൃതി ബോധത്തെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടം അല്ല. അദ്ദേഹം റെയിൽ വരാൻ ഇഷ്ടപ്പെടാത്ത കൊണ്ട് കവിസദസ് സംഘടിപ്പിച്ച ആളാണ്.
ഇപ്പൊ റെയിൽ നമ്മൾ കേരളത്തിനെതിരെയുള്ള വിഷമങ്ങളൊക്കെ നമുക്കറിയാലോ. അതേപോലെ അദ്ദേഹത്തിന്റെ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ ഈ റെയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. റെയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോകാവുന്ന എല്ലാവർക്കും സഞ്ചരിക്കാവുന്ന ഒരു വഴിയാണ്. അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് വേർഡ്സ്വർത്ത്. അപ്പൊ ഈസ് ഓൺലി വിസിറ്റർ, ഞങ്ങൾ വിസിറ്റർ അല്ല, ഞങ്ങൾ തന്നെയാണ് പ്രകൃതി. അപ്പൊ വേർഡ്സ്വർത്തിനെ നിങ്ങൾ ഇന്ത്യക്കാരെ കാണുന്ന പോലെ എനിക്ക് കണ്ടുകൂടാ എന്ന് അദ്ദേഹം പറയുന്നത്. വാസ്തവത്തില് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഈ ഇംഗ്ലീഷ് മുഖ്യധാരയിലെ വലിയ എഴുത്തുകാർ, ഇപ്പോ ഷേക്സ്പിയർ, ഡ്രൈഡൻ, വേർഡ്സ്വർത്ത്, അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഒരു വലിയ പ്രതീക വ്യവസ്ഥയായിട്ട് ഇംഗ്ലീഷ് കുടികൊണ്ട് 1989 MN വിജയമാഷ് എഴുതിയ അത് കാഴ്ചപ്പാട് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ MN വിജയമാഷ് പറയുന്നത് വളരെ ലളിതമാണ്, വയനാട്ടിൽ അത് പറയേണ്ടതാണ്. വിജയമാഷ് പറയുന്നത് ഗദ്ദികയേക്കാൾ ഒന്നുകൊണ്ടും വലുതല്ല ഷേക്സ്പിയർ. ഈ വയനാട്ടിൽ എത്രയോ കാലമായിട്ട് നിലവിലുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു പെർഫോമൻസ്, അതിലൂടെ ഈ ഒരു സമൂഹം എന്തു പറയാൻ ശ്രമിച്ചുവോ അതിലും വലുതല്ല ഷേക്സ്പിയർ നാടകങ്ങളിലൂടെ ഷേക്സ്പിയർ പറയാൻ ശ്രമിച്ചത്. ഒരു സമൂഹമാണ് ഒരു ഭാവനയിലൂടെ അവർക്ക് ഒരു രൂപകം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ രൂപം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതിന്റെ നമ്മൾ എത്രത്തോളം അപകോളനീകരിക്കപ്പെട്ടു എന്നതിന്റെ ഒരു പരീക്ഷണം കൂടിയാണ്. ഇതോടൊപ്പം അദ്ദേഹം പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. കൂടിയാട്ടത്തെക്കാൾ കുറഞ്ഞതല്ല ചവിട്ടുനാടകം. തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതുമ്പോൾ തന്നെ ഇവിടെ അച്ചടി പുസ്തകങ്ങൾ നിലവിലുണ്ടായിരുന്നു. അത് ക്രിസ്ത്യൻസ് ആയിരുന്നു കൊണ്ടുവന്നത്. ഭാഷയുടെ അച്ഛൻ ആ ഒരു സങ്കല്പത്തിൽ തന്നെ പക്ഷേ ചില കോളനിവൽക്കരങ്ങൾ ഉണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരു സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപകോളനീകരണം ആദ്യം ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊക്കെ അക്രമാസക്തമായിട്ടുള്ള ചിന്തകളെ കൊണ്ടുവരും. നമ്മൾ തീർച്ചയായിട്ടും ഒരു വരേണ്യ സാഹിത്യത്തിന്റെ ഉപഭോക്താക്കളായിട്ടാണ് ഇംഗ്ലീഷ് നമ്മൾ മാറ്റിയത്. അതിന്റെ തുടർച്ചകളായിട്ടാണ് ഇപ്പൊ പലപ്പോഴും ഇന്ത്യൻ ഭാഷകളെ പറ്റിയിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവമാണ്. കാനഡയിലെ ഒരു വലിയ പ്രൊഫസറായിട്ട് സംസാരിക്കുക. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഭാഷ ചെറുതാണ്, മലയാളം 3-3.5 കോടി ജനങ്ങൾ സംസാരിക്കുന്നു, പക്ഷെ നമ്മളൊരു 100-120 സിനിമകൾ, അയാൾ സിനിമയുടെ വലിയ ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ സിനിമയുണ്ടാക്കുന്നത് ഒറ്റ ഭാഷയേ ഉള്ളൂ, അത് ബോളിവുഡാണ്. ഞാൻ പറഞ്ഞു, ഐ എം സോറി സർ, you are ignorant about the reality of the multilingual India. ഇന്ത്യയിൽ 100ഓളം ഭാഷകൾ, 100 അല്ല 20-25 വലിയ ഭാഷകളുണ്ട്. ഈ ഒരു 20 ഭാഷകളിൽ ധാരാളം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അദ്ദേഹം കുറച്ചൊന്ന് പതറി, കുറച്ച് പിറ്റേന്ന് തന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഐ എം സോറി, ഐ അണ്ടർസ്റ്റുഡ് എ ഫ്യൂ തിങ്സ് ഫ്രം യുവർ കോൺവെർസേഷൻ. ഇതൊരു വാസ്തവമാണ്. നമ്മൾക്ക് നമ്മുടെ സാഹിത്യത്തെ അടുത്ത കാലത്ത് ഈ ഒരു ചിന്ത പലരും ഉന്നയിച്ചു കണ്ടു. ബഷീറിനെ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ലോകത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ കഴിഞ്ഞു. ഇവിടെ ഒരു പക്ഷേ ഒരു ഇന്ത്യൻ ഈസ്തറ്റിക്സ് എന്ന് പറഞ്ഞാൽ രസ തിയറി മാത്രമല്ല, ഇവിടെ ഒരു അറബ് പേർഷ്യൻ ഈസ്തറ്റിക്സും എല്ലാ കാലത്തും പുലർന്നിരുന്നു. ചവിട്ടുനാടകങ്ങൾക്ക് എല്ലാ സംസ്കാരങ്ങളും എല്ലാതരം ഈസ്തറ്റിക്സും കലർപ്പുകളാണ്, പലതരം കലർപ്പുകളാണ്. ഇവിടെ മുഹ്യിദ്ദീൻ മാല ഉണ്ടായ കാലത്ത് തന്നെയാണ് അധ്യാത്മ രാമായണം ഉണ്ടായത്. ഇവ തമ്മിൽ പലതരത്തിലുള്ള നമ്മൾ ആദാന പ്രദാന എക്സ്ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഒറ്റ ഭാഷയായിട്ടല്ല നിലനിൽക്കുന്നത്. പല ഭാഷകൾക്കിടയിലാണ് ഇന്ത്യൻ ഭാഷകൾ എല്ലാ കാലത്തും പുലർന്നത്. അതുകൊണ്ട് ഷേക്സ്പിയറുടെ തീർച്ചയായിട്ടും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, എൻ്റെ സ്വന്തം അനുഭവം പറഞ്ഞാൽ, ഷേക്സ്പിയർ എന്ന പേപ്പർ ഇംഗ്ലീഷ് MA സിലബസിൽ നിന്ന് മാറ്റണം എന്ന് എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ വളരെ ശക്തമായി വാദിച്ച് ഒരു 2 കൊല്ലം കൊണ്ട് സാധിച്ചെടുത്ത ആളാണ്. അത് അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ അതിലൂടെ
എന്തുകൊണ്ട് ബാമയുടെ കറുക്ക് പഠിപ്പിച്ചുകൂടാ? ബാമയുടെ കറുക്ക് ക്ലാസ് റൂമിൽ വന്നപ്പോൾ ക്ലാസ് റൂം ചൂട് പിടിച്ചു. കാരണം അത് ജാതിയെ പറ്റിയാണ്. ജാതി നിങ്ങളിൽ ഉണ്ടാക്കുന്ന അധമ ചിന്തകളെ പറ്റിയാണ്. നമ്മുടെ കോളനൈസേഷന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇവിടുത്തെ ജാതി വ്യവസ്ഥയാണ്. ജാതി വ്യവസ്ഥയിലൂടെയാണ്. അവിടെയാണ് അംബേദ്കർ ദ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. എനിക്ക് തോന്നുന്നു അംബേദ്കർ വളരെ ശക്തമായി ഒരു ഡീകോളനൈസേഷൻ പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മിത്തോളജീസിന്റെ പെർഷ്യൻ മുതൽക്ക് ഏതാണ്ട് ട്രൈബൽ വരെ ഒരു വലിയ ഒരു റേഞ്ച് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഷേക്സ്പിയർ, എന്തുകൊണ്ട് വേർഡ്സ്വർത്ത് ഈ ഒരു വളരെ ചെറിയ ഒരു ബാൻഡ് വിഡ്ത്തിലുള്ള ശബ്ദങ്ങൾ മാത്രം നമ്മൾ കേൾക്കുന്നു? അതിന് പുറത്തുള്ള ലാവണ്യ ദർശനങ്ങളുടെ ബാഹുല്യം, ഭാഷകളുടെ ബാഹുല്യം, സാംസ്കാരിക തനിമകളുടെ ഒരു വലിയ ബാഹുല്യം, ഇതൊക്കെ അവിടെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ചർച്ചയുടെ പ്രധാനമായിട്ടുള്ള പ്രശ്ന പരിസരം. നമ്മൾ ഒരു നിത്യജീവിതത്തിന്റെ ആ തലത്തിലേക്ക് മടങ്ങി വന്നാൽ ഈ സാഹിത്യം, ചിന്ത, ഇതൊക്കെ നമ്മുടെ അതിജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ബ്രിട്ടീഷുകാരുടെ അതിജീവനമല്ല. അതുകൊണ്ട് ഗദ്ദികയായാലും ചവിട്ടുനാടകമായാലും തെയ്യമായാലും തെറിയായാലും പൂരക്കളിയായാലും അതൊക്കെ വലിയ സാഹിത്യ രൂപങ്ങളാണ്. അതൊക്കെ പെർഫോമൻസിന്റെ വലിയ ഭാവനാ രൂപങ്ങളാണ്. അവിടെയായിരിക്കണം നമ്മുടെ ഡീകോളനൈസേഷന്റെ ഒരു പുതിയ ഒരു തുടക്കം. ആ വഴിക്കായിരിക്കണം. ഒരുപക്ഷെ കലാമണ്ഡലം ഗോപിയാശാനി നമ്മളെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. അദ്ദേഹം 10ാം ക്ലാസ്സിൽ പോലും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം നളചരിതം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ നളചരിതം ഞാൻ ആടുന്ന സമയത്ത് എൻ്റെ കാലത്തെ ആണ് ആടുന്നത്. ഞാനൊരു പഴയ ടെക്സ്റ്റ്, ആ പഴയ ടെക്സ്റ്റിനെ കുറിച്ച് പഴയകാലത്തുണ്ടായ അർത്ഥവ്യവസ്ഥയോട് കൂടിയിട്ടല്ല ഞാൻ രംഗത്ത് അവതരിപ്പിക്കുന്നത്. ഉണ്ണായി വരൻ എന്ന് പറയുന്ന മനുഷ്യൻ പ്രണയത്തിൽ തകർന്ന് തിരുവനന്തപുരത്തെ പോകുന്നതാണല്ലോ ഇതിന്റെ അടിസ്ഥാനം. തന്റെ കഥ നേരിട്ട് പറയുന്ന സമ്പ്രദായം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നളചരിതം എന്ന ആട്ടക്കഥ ഉണ്ടാകുമായിരുന്നില്ല, കളി ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം അങ്ങനെ പോകുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് പോകുന്ന പറയുന്ന വിഷയമല്ല. അന്ന് പാലങ്ങളില്ല. കേരളത്തിലെ അധികം പ്രദേശങ്ങളും കൊടുങ്കാടുകളാണ്. പുഴയിൽ മുഴുവൻ ചീങ്കണ്ണികളാണ്, മുതലകളാണ്. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി ജാതിയുടെ മുതലകൾ വേറെയുണ്ട്. അപ്പൊ ഇതൊക്കെ കടന്ന് അദ്ദേഹം എത്രയോ മാസങ്ങൾ കൊണ്ടാണ് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് എത്തുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് നളചരിതം വാസ്തവത്തിൽ നരചരിതമാണ് ഈ നിലയ്ക്ക്. പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല. നമ്മൾ ഈ നളചരിതത്തെ കണ്ടുകൊണ്ട് ഈ ഗോപിയാശാന്റെ ഈ വാക്യം കേൾക്കുന്നവരെ ഒരുപക്ഷെ നമ്മളെ എന്നെ പോലുള്ള ആളുകൾ പോലും കണ്ടിരുന്നത് ഇങ്ങനെയൊന്നും അല്ല. അപ്പൊ അത് ഡീകോളനൈസേഷൻ പറയണമെന്നല്ല. നമ്മുടെ പീഠവൽക്കരിക്കപ്പെട്ട കൃതികളെ മുഴുവനും വേറെ നിലയ്ക്ക് നോക്കിക്കാണുന്നു. അതിന് പ്രധാനമായിട്ട് മാഷ് പറഞ്ഞു, നമ്മുടെ നാടിനെ കുറിച്ചുള്ള അറിവ് വളരെ പ്രധാനമാണ്. നമ്മുടെ നാടിനെ കുറിച്ചുള്ള അറിവ് നമുക്കതില്ല. സ്കൂളിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ അറിവിൽ നിന്ന് നമ്മൾ അകറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ഗ്രാമം, ഇപ്പോ വയനാട്ടിലെ ഈ ദ്വാരക എന്ന് പറയുന്ന ഈ ഗ്രാമത്തിന്റെ ചരിത്രം ദ്വാരകയിലെ സ്കൂൾ പഠിപ്പിക്കുന്നില്ല. അതിന് മൂല്യമുണ്ട് നമ്മൾ വിചാരിക്കുന്നില്ല. അത് അടിസ്ഥാനപരമായ പ്രശ്നം. നമ്മുടെ റിയാലിറ്റിയിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളത് വിദ്യാഭ്യാസത്തിന്റെ ഇടശ്ശേരി വേറെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ. അപ്പോ അത് വലിയ വിഷയമാണ്. അപ്പൊ ഗോപിയാശാന്റെ ആ വാക്യം യാദൃശ്യമായി ടിവിയിൽ കണ്ടതാണ്. ഞാൻ കുറെ സമയം ഇങ്ങനെ ആലോചിച്ചു പോയി. നമ്മളൊക്കെ ചെറിയ പ്രായത്തിലെ അധ്യാപകരായ ആൾക്കാരാണ്. നമ്മൾ എത്ര വലിയ സാംസ്കാരിക പാപങ്ങളാണ് വർഷം ചെയ്ത് നമ്മൾ ശമ്പളവും ഇൻക്രിമെന്റ് പ്രൊമോഷനൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് എന്ന് തോന്നുകയുണ്ടായി. അങ്ങനെ എല്ലാറ്റിനെയും നമ്മൾ ഇങ്ങനെ ഈ കോളനൈസേഷൻ മാത്രമല്ല, അതിന് തുല്യമായിട്ടുള്ള ഈ വരേണ്യ, രണ്ടും വളരെ ബന്ധപ്പെട്ടാണ്. കോളനികളെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകളുണ്ടായിരുന്നു. അവരുടെ രാജ പദവി നഷ്ടപ്പെടുന്നവരെ അവരുടെ കൂടെയാണ്, സംശയമില്ല. ഇപ്പൊ തിരുവിതാംകൂറിന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് നന്നായിട്ട് അറിയാം. ബ്രിട്ടീഷുകാർ തന്നെയാണ് ഒരുപാട് കാലം തിരുവിതാംകൂർ ഭരിച്ചത്. അപ്പോ ആ നിലക്കൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് പറയാൻ വിചാരിക്കുന്നത്. ഞാൻ മാഷോട് ഇനി ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്ക് ഇംഗ്ലീഷ് ഒഴിവാക്കാൻ പറ്റൂല.
മാഷിപ്പോൾ ഷേക്സ്പിയർ കൃതികൾ ഒഴിവായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ഷേക്സ്പിയർ കൃതികൾ അങ്ങനെ പഴയ പ്രാധാന്യത്തോടെ ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഡീകോളനൈസ്ഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധ്യത ഉണ്ടോ? നമുക്ക് ഇംഗ്ലീഷ് ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷന്റെ ഒരു കാലത്ത് ഇംഗ്ലീഷ് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഭ്രാന്തായിരിക്കും. നമ്മുടെ മക്കൾ വിടില്ല. നമുക്കിവിടെ വളരെ സുരക്ഷിതമായ പെൻഷനും നല്ല പ്ലാറ്റ്ഫോമും പബ്ലിക് അപ്പീലൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബടായി പറയാം. പക്ഷേ നമ്മുടെ യുവജനങ്ങൾ, വിദ്യാർത്ഥികളൊന്നും അത് ഇഷ്ടപ്പെടില്ല. അവരോട് പറയാൻ കൂടി പറ്റില്ല. അപ്പോൾ ഡീകോളനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷിന് സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഡയലക്ട് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഭാഷയിൽ പറയാവുന്ന പല കാര്യങ്ങളും ഈ ഡയലക്റ്റിലാണ് നമ്മൾ പ്രാദേശിക ഭാഷാ ഭേദം എന്ന് പറയും. പക്ഷെ ആ രാജശ്രീയുടെ ഒരു നോവൽ വായിക്കുമ്പോൾ, അങ്ങനെ ഒരു നോവൽ വരുമ്പോൾ മലയാളത്തിൽ അതിനു മുമ്പും ഇപ്പോ തൃക്കോട്ടൂർ പെരുമ മാതിരിയുള്ള UA ഖാദറിന്റെ അതിശക്തമായിട്ടുള്ള രചനകൾ നേരത്തെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രാദേശിക ഭാഷാ ഭേദങ്ങൾ വളരെ വളരെ പ്രധാനമാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കോസ്മോളജി, അത് കാണുന്ന ഒരു വിശ്വമുണ്ട്. അതിലൊരു വലിയ ലോകത്തെ കാണുന്ന രീതിയുണ്ട്. ആ ലോകത്തെ കാണുന്ന രീതി അച്ചടി ഭാഷയിൽ ഇല്ല. അപ്പോൾ തീർച്ചയായും അച്ചടി ഭാഷയിലാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ സിൻടാക്സ് വളരെയധികം ഒരു തരം സാമാന്യവൽക്കരിക്കപ്പെട്ട ഒരു സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഒരു ഭാഷയിലാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് സൽമാൻ റഷ്ദി മിഡ്നൈറ്റ് ചിൽഡ്രൻ എഴുതിയപ്പോഴാണ് ഈ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഇംഗ്ലീഷിനെ പൊളിച്ചു കളയാനുള്ള ഒരു വലിയ ശ്രമം നടന്നു. അതിൽ ഉറുദുവിന്റെ സബ് ടെക്സ്റ്റുകൾ വന്നു, കാശ്മീരിയുടെ സബ് ടെക്സ്റ്റിൽ വന്നു. ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ മലയാളത്തിന്റെ സബ് ടെക്സ്റ്റ് വരണം, മലയാളത്തിന്റെ സ്വരം അതിൽ കേൾക്കണം. മലയാളത്തിന്റെ സ്വരം കേൾക്കാൻ തക്കവണ്ണം ഇംഗ്ലീഷിനെ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിയണം. ഞാൻ പല നിരൂപകരോടും പറയാറുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ നിരൂപണത്തിൽ ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള, നമ്മളിപ്പോ ഫ്രഞ്ച് വാക്ക് ഉപയോഗിക്കും, വേഴ്സ് ലിബർ, ജൂസൻസ് എന്നൊക്കെ ഉപയോഗിക്കും. എന്തുകൊണ്ട് മലയാളത്തിൽ നിന്നുള്ളൊരു വാക്ക്, മറാഠിയിൽ നിന്നുള്ളൊരു വാക്ക്, അതാണ് ഒരു പക്ഷേ ഇന്ത്യൻ ഭാഷകളെ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള തലത്തിൽ ഒരു ലോകത്ത് തന്നെ എത്തിക്കാനുള്ള ഒരു തുടക്കം അതായിരിക്കും. അടുത്ത കാലത്ത് ദിലീപ് മേനൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അയാൾ ഒരു 11 വാക്കുകൾ മലയാളത്തിൽ നിന്ന് അയാൾ എടുത്തൊരു വാക്ക് ഒതുക്കുക എന്ന വാക്ക്, അതിന് പെട്ടെന്ന് ഇംഗ്ലീഷില്ല, അത് വേറൊരു ഭാഷയിൽ മാത്രമേ എളുപ്പത്തിൽ പോവില്ല. അങ്ങനെ കുറെ വാക്കുകളുണ്ട്. നമ്മുടെ അനുഭവം, നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന്, നമ്മുടെ പ്രത്യേക തരത്തിലുള്ള ഒരു ഗോത്രഘടനയിൽ നിന്ന് മലയാളി ഇപ്പോഴും ചില തരത്തിലൊരു ഗോത്രഘടനക്കുള്ളിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ രാജഗോപാലിന്റെ ഈ ആശയത്തെ തുണക്കുന്നു. അതിനെ പൂർണ്ണമായിട്ടും അത് സ്വീകാര്യമാണ്. അതേസമയം നമ്മൾ ആലോചിക്കേണ്ടത്, ഭാഷ എന്ന് പറഞ്ഞാൽ ഭാഷകളാണ്. ഒരു ഭാഷ ഒറ്റക്ക് എവിടെയും ജീവിച്ചിരിക്കില്ല. ഭാഷകളെ കാടിലെ മരങ്ങൾ മാതിരിയാണ്. ഒറ്റ മരമായിട്ടൊരു കാടുണ്ടാവില്ല. അപ്പോ പലതരം ഭാഷകൾ ഒരുമിച്ച് വളരുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ ഭാഷകൾ ജീവനോടെ ഇരിക്കുള്ളൂ. നമ്മൾ പലപ്പോഴും പറയും മലയാളം, പക്ഷെ മലയാളം ഒരു ഭാഷയല്ല. അതിൽ കൊങ്ങിണി ഭാഷയുണ്ട്, ഡച്ച് ഭാഷയുണ്ട്, ഗോത്ര ഭാഷകളുണ്ട്, അതിൽ സിറിയക്ക് മാതിരിയുള്ള ബൈബിൾ പരിഭാഷ മുതൽക്ക് വരുന്ന ഭാഷകളുണ്ട്, അറബിക് ഭാഷയുണ്ട്. ഇതിന്റെ ബാഹുല്യം അവിടെയാണ് കവികൾക്ക് ഒരു വലിയ പലതരത്തിലുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ശബ്ദാവലി, ഇങ്ങനെയുള്ള ഒരു വലിയ ഡിക്ഷണറി ഉണ്ട് മലയാളത്തിന്. അത് ശബ്ദധാരാവലി അല്ല, അത് നിത്യജീവിതത്തിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന VKN വായിച്ചു നോക്കി ഞങ്ങൾക്കറിയാം. VKNിലെ ഭാഷ ശബ്ദധാരാവലി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് എഴുതാനും ആവില്ല. അത് ഒരു ശബ്ദസ്ഫോടമാണ്. ഈ നിത്യജീവിതത്തിൽ നമ്മൾ അന്യോന്യം പറയുന്ന ഭാഷയിൽ നിരന്തരമായിട്ടുള്ള അറിവും തിരിച്ചറിവും കൊടുക്കലും അതിനെ വിമർശിക്കലും, ഇങ്ങനെ പലതരം സ്വരഭേദങ്ങളുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഈ ഒരു അപകോളനീകരണം, ഈ
ശബ്ദബാഹുല്യം. ഭാഷ എന്ന് പറഞ്ഞാൽ ഈ ശബ്ദബാഹുല്യാണ്. അതിൻ്റെ തീർച്ചയായും ഉണ്ണായി വാര്യരുടെ മാതിരിയുള്ള വലിയ ക്ലാസിക്. ഇപ്പൊ അടുത്ത കാലത്ത് ഈ പഴയ കൃതി പുതിയ വായന എന്ന് പറഞ്ഞിട്ട് കുറെ ചിന്തകൾ വന്നിട്ടുണ്ട്. ഒരു കൃതിയെയും ആത്യന്തികമായിട്ട് ഈ ഒരു വായനയോ അതിന് സാധ്യമാവുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. കൃതികൾ പലതരം വായനകളായിട്ട് അവിടെയാണ് നമ്മൾ ഷേക്സ്പിയർ വായിക്കണം. ഞാൻ പറയുക, ഷേക്സ്പിയറെ നമ്മൾ ഡീകോളണൈസ് ചെയ്യണമെങ്കിൽ ഷേക്സ്പിയറെ ഇപ്പോ ഈ പോസ്റ്റ് കൊളോണിയൽ എന്ന സന്ദർഭത്തിൽ ടെംപെസ്റ്റ് വീണ്ടും എഴുതപ്പെട്ടു. ആ ടെംപെസ്റ്റിലെ ഹീറോ കാലിബനാണ്, അല്ലാതെ ഫെർഡിനാൻഡ് അല്ല. കാലിബൻ പ്രോസ്പെറോ മന്ത്രവാദം ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തെ ഒരു തരം ജയിലിൽ അടച്ചു. ഒരു പ്രത്യേക സമയത്ത് കാലിബനും കുറച്ച് ആൾക്കാരും കൂടി പ്രോസ്പെറോവിന് എതിരായിട്ട് ഒരു ഉപജാപനം നടത്തുന്നു. അന്നേരം കാലിബൻ പറയുന്നുണ്ട്, ആദ്യം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പിടിച്ചെടുക്കണം, എന്നാൽ മാത്രമേ അയാളെ പിടിക്കാനാവൂ. കാലിബന് സ്വന്തമായ ഒരു ലോകമുണ്ട്, സ്വന്തമായ ഭാഷയുണ്ട്, സ്വന്തമായിട്ടുള്ള ആ ഒരു ശബ്ദം. പക്ഷെ ഷേക്സ്പിയറുടെ കൃതിയുടെ ഒരു വലിയ ഗുണം കാലിബന്റെ ശബ്ദം ആ ടെംപെസ്റ്റ് എന്ന നാടകത്തിൽ ഒരു പോളിഫോണിക്കാണ്. എവിടെയോ അതിലൊരു നമ്മൾ ഈ നിരന്തരമായിട്ട് ഈ മുഖ്യധാരയിലെ വലിയ കൃതികളെ വായിക്കണം. നമ്മുടേതായ തെറ്റായ രീതിയിലായാലും യാതൊരു പ്രശ്നവുമില്ല. ഞാൻ കുട്ടികളോട് പറയാം, നിങ്ങളുടെ വായന അതിൽ തെറ്റും ശരിയുമില്ല. ഞാൻ പറയുന്നത് ശരിയാണെന്ന് അവർ പലപ്പോഴും പല വായനകളും കൊണ്ടുവരും, പരീക്ഷയിലും എഴുതും. ഞാൻ പറയും, അതൊന്നും തെറ്റല്ല, നിങ്ങൾ വായിക്കുന്നു എന്നതാണ് പ്രധാനം. ക്ലാസ് മുറി നമ്മൾ സ്വതന്ത്രമാക്കണം, അതിനെ ഡീകോളനൈസ് ചെയ്യണം. അധ്യാപകനല്ല എല്ലാ അറിവിന്റെയും എല്ലാതരം വായനകളുടെയും ഉറവിടം. ആ ഒരു തരത്തിലേക്ക് നമ്മൾ നീങ്ങണം. തീർച്ചയായിട്ടും. ഇപ്പോ തമാശയാണോ അല്ല കാര്യമെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടില്ല. ഈ കാലിബൻ മാഷ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് കാളീവനം എന്ന് വിവർത്തനം ചെയ്യുക എന്നൊരു ശബ്ദം എവിടുന്ന് നിങ്ങൾക്ക് മറന്നുപോയി, ആര് പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാലിബൻ എന്ന വാക്ക് അങ്ങനെ ആയാലും അതിന് കൂടുതൽ ശക്തി കിട്ടും. കാളി എന്ന് പറയുന്നത് ഒരു കീഴാള എൻറ്റിറ്റിയാണ്. അങ്ങനെ ഇന്ത്യക്കാരന് പറഞ്ഞാൽ അതിന് പുതിയൊരു ശക്തി കിട്ടും എന്ന്. ഇപ്പോൾ കുറെ വർഷം മുമ്പ്, 10 വർഷം മുമ്പ് കാസർഗോഡ് വെച്ച് കേരള സംഗീത നാടക അക്കാദമി ഷേക്സ്പിയർ ഭാരതി, അതിന്റെ പേരെന്നതാ, ഷേക്സ്പിയർ ഉത്സവം എന്നല്ല, ഷേക്സ്പിയർ ഭാരതി, ഇന്ത്യൻ ഷേക്സ്പിയർ എന്നുള്ള അർത്ഥത്തിൽ ഒരു വലിയ ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. അന്ന് ഇത് അവതരിപ്പിക്കുന്ന ഈ നാടകം ടെംപെസ്റ്റ് അവതരിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നടന്ന ചർച്ചയ്ക്കിടയിലാണ് അതിന്റെ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ പേരൊക്കെ മറന്നുപോയി, ഈ ആശയം പറയുന്നത്. കാളീവനം എന്നാണ് ഞാൻ കേൾക്കുന്നത് എന്ന്. അതിന്റെ കൂടെ തന്നെ പറയാനുള്ള കാര്യം, ഇത് വയനാടായതുകൊണ്ടും ആണ് പറയുന്നത്. ഇപ്പോ ചെറക്കൽ ടി ബാലകൃഷ്ണൻ നായർ, ഞങ്ങളുടെ നാട്ടുകാരൻ, കണ്ണൂക്കാരൻ, അദ്ദേഹം വടക്കൻ ഭാഗത്തെ വയനാടക്കമുള്ള വടക്കൻ ഭാഗങ്ങളിലെ നാടൻ പാട്ടുകൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ശേഖരിച്ചിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയാണ് പ്രസിദ്ധീകരിച്ചത്. അതിൽ വയനാട്ടിലെ കുറിച്യരുടെ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ പ്രധാനപ്പെട്ട ആശയം ഇതാണ്. കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ഒരു കുറിച്യ യുവാവ്, അയാളുടെ അനുജനുണ്ട്, ചെറിയ കുട്ടി. ആ കുട്ടിയെ പരദേശികൾ എന്നാണ് വാക്ക്, അതിന്റെ അർത്ഥം പറയണ്ടല്ലോ, പരദേശികൾ പിടിച്ചുകൊണ്ടു അതിനെ വീണ്ടെടുക്കണം. ഇപ്പൊ മലയാളത്തിലെ മറ്റൊരു കവിത നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. വീണ്ടെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? കുഞ്ഞിക്കണ്ണൻ ഇവരുടെ മന്ത്രവാദം പഠിക്കണം, അവരുടെ നോളജ് ഇയാൾ ശേഖരിക്കുന്നു. ഈ പരദേശികളെ, ഇരളത്തും കോട്ടയിലെ പരദേശികൾ, 12 ആളുകൾ പരദേശികൾ, ഇങ്ങനെയാണ് ആ കുറിച്യപ്പാട്ടിന്റെ തുടക്കം. എന്നിട്ട് ഈ ജ്ഞാനം, പ്രാദേശികമായി ജ്ഞാനം നേടിയിട്ട് അവരെ തന്നെ ആക്രമിക്കുന്നു, പരദേശികൾ തന്നെ ആക്രമിക്കുന്നു, അവരെ കൊല്ലുന്നു. ഒരു മായാകുതിര, അവരെ മന്ത്രം പഠിച്ച് ഇയാൾ ഒരു മായാകുതിര ഉണ്ടാക്കുന്നു. ആ കുതിരപ്പുറത്ത് ഇയാൾ കുതിരയായി മാറുന്നു, കുഞ്ഞിക്കണ്ണൻ കുതിരയായിട്ട് മാറുന്നു, അനുജനെ മോചിപ്പിക്കുന്നു. ഈ പരദേശികളെ, തന്റെ അനുജനെ കട്ടുകൊണ്ടുപോയ പരദേശികളെ മുഴുവൻ കണ്ണൂർ കടലിൽ കൊണ്ടുപോയി മുക്കിക്കൊല്ലുന്നു. ആ പ്രവർത്തനത്തിൽ ഈ കുഞ്ഞിക്കണ്ണൻ രക്തസാക്ഷിയാവുന്നു. ഇത് ഞാനിങ്ങനെ വിശദമായിട്ട് പറഞ്ഞത്, മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു വീണ്ടെടുപ്പ്, കുട്ടിയെ വീണ്ടെടുപ്പ് കവിതയുണ്ട്. അത് എടശ്ശേരിയുടെ പൂതപ്പാട്ടാണ്. പക്ഷെ പൂതപ്പാട്ടിലെ വലിയ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പൂതപ്പാട്ടിലെ വിഷയം എന്താണെന്നറിയോ? നമ്മൾ ഈ കോമൺവെൽത്ത് സ്ഥാപിച്ച പോലെ നമ്മളെ ദീർഘകാലം ദ്രോഹിച്ചുകൊണ്ടിരുന്ന, 700 കൊല്ലം ദ്രോഹിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാര് നമ്മളെ ഇവിടുന്ന് സ്വാതന്ത്ര്യം തന്നെന്നാ പറയാം. സ്വാതന്ത്ര്യം തന്നിട്ട് തിരിച്ചു പോയപ്പോ പിന്നെ നമ്മൾ കോമൺവെൽത്ത് ഗെയിംസ്
പക്ഷേ കുഞ്ഞിക്കണ്ണൻ ആ യുക്തിയിൽ നിൽക്കുന്ന ആളല്ല. അയാള് തന്റെ അനുജനെ ഉപദ്രവിച്ച, തന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത കളഞ്ഞ ആളെ കൊല്ലുക തന്നെ ചെയ്യും. അതായത് രക്തസാക്ഷിയാവും. അപ്പൊ എടശ്ശേരിയുടെ കവിതയിൽ ഈ കോംപ്രമൈസാണ്. എടശ്ശേരി വലിയ കവിയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മളെ മധ്യവർഗക്കാർക്കുള്ള ചാഞ്ചാട്ടം, എടശ്ശേരിയാണല്ലോ എടശ്ശേരി, മധ്യവർഗം എന്ന മലയാളം. അപ്പോ അതുകൊണ്ട് ഈ ഭൂതവുമായിട്ട് അതിനെന്ത് കാൽപ്പനികത പറഞ്ഞാലും അടിസ്ഥാനം അതാണ്. തന്റെ കുട്ടിയെ തിരിച്ചു കിട്ടിയതിന് ശേഷം ആ ഭൂതവുമായിട്ട് രമ്യതയിൽ കഴിയാനാണ് അമ്മ തീരുമാനിക്കുന്നത്. അപ്പൊ എടശ്ശേരിയോടുള്ള ആ കവിത നമ്മുടെ അധ്യാപകരിലൂടെ നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ ഇഷ്ടാവില്ല. പക്ഷെ ഈ അത്ര എനിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഈ കുറിച്യപ്പാട്ട് വായിച്ചപ്പോഴാണ് ഇങ്ങനൊരു സാധ്യതയുണ്ടല്ലോ എന്ന് മനസ്സിലായത്. അത്ഭുതകരമാണ്. ഈ കവിതയിലെ എടശ്ശേരിയുടെ ഭൂതപ്പാട്ടിലെ വർഗപരമായ ഇടിവിനെ പറ്റി, എടശ്ശേരി ഉദ്ദേശിച്ചൊന്നുമല്ല തീർച്ചയായിട്ടും, ഇടിവിനെ പറ്റി ഉള്ള ബോധം ഉൽപ്പാദിപ്പിക്കുന്ന, മാഷ് പറഞ്ഞ പോലെ നമ്മുടെ സാഹിത്യ വിജ്ഞാനപരമായ ഒരു പ്രാധാന്യമില്ല, ഒരു പാട്ട് മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ഈ കുറിച്യപ്പാട്ടാണ്. അപ്പൊ അങ്ങനെ ഇത് ഞാൻ അത്ഭുതം തന്നെ പറയും. ഒരു സ്ഥാപിതമായ ഒരു കവിതയാണ്. ആ കവിതയിലെ വിള്ളലുകളെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ സവിശേഷമായ ജ്ഞാനങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിലുണ്ട്, നമ്മുടെ മണ്ണിലുണ്ട്, വയനാട്ടിന്റെ മണ്ണിലുണ്ട്, കാസർഗോഡിന്റെ മണ്ണിലുണ്ട്, അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഗ്രാമങ്ങളുടെ മണ്ണുണ്ട്. മനസ്സിലാക്കുന്നത് പുതിയ വിജ്ഞാനത്തിന്റെ ഭാഗമായിട്ട് വേണം. അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടാവും. ഈ ആഗസ്റ്റ് 5-ന് കൊടിയുയർത്തിക്കൊണ്ടൊന്നും സ്വാതന്ത്ര്യം നമുക്ക് ആഘോഷിക്കാനോ ഒന്നും പറ്റില്ല. ഈ ബോധം നമ്മുടെ മനസ്സിൽ പുതിയ വിജ്ഞാനത്തിന്റെ കൊടിയുയർത്തുക, ദിവസവും ചെയ്യുന്ന പണിയാക്കി മാറ്റുക, ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോ പറഞ്ഞ ഇതാണ്, നമ്മുടെ വൈവിധ്യപൂർണമായ നാട്ടറിവുകളുണ്ട്. നമ്മുടെ സ്വന്തം അറിവാണ്. എത്രയോ കാലമായിട്ട് നമുക്ക് നമ്മുടെ ഉപജീവനത്തിനും അതീവനം, രണ്ടു വാക്ക് പറയട്ടെ, നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയും അതീവനത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകളൊക്കെ ഒന്നുകിൽ ഫ്യൂഡലാണെന്നോ പുതിയ കാലഘട്ടത്തിൽ ചേരാത്താണെന്നോ തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഒരു തീരുമാനത്തിന്റെ അന്തരീക്ഷത്തിലാണ് പാശ്ചാത്യ ജ്ഞാനങ്ങൾ വല്ലാതെ കടന്നു വന്ന് നമ്മുടെ മനസ്സിനെ കോളനികളാക്കി മാറ്റിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഗാന്ധി ഇങ്ങനെ പറഞ്ഞത് മാഷ് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ നെഹ്റു അങ്ങനെ പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. നെഹ്റുവിന് വേറെ തരം അഭിപ്രായങ്ങളാണ് ഇക്കാര്യത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോ നമ്മൾ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ അല്ലെങ്കിൽ ഇന്ത്യയിലെ കൊളോണിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ട അനിവാര്യമായ അഭിമാന ബോധത്തെ ഏതാണ്ട് സമ്പൂർണമായും തുടച്ചു മാറ്റി എന്നുള്ളതാണ്. നമുക്ക് സ്വന്തമായിട്ട് ചിന്ത വേണ്ട. എൻ്റെ ഒരു മാഷ് പണ്ട് പറയാറുണ്ട്, പോടാന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിക്കും, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയാൻ വാക്കുണ്ടാവില്ല. ഒരാൾ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു മിക്കവാറും പുറത്തു പോകും. പോടാന്ന് പറഞ്ഞാൽ മുറി നിറങ്ങിപ്പോന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കും. അതിന്റെ ആ വാക്കിന്റെ ശക്തി കുറച്ച് മുമ്പ് പറയാം, 10-15 കൊല്ലം മുമ്പ് പറഞ്ഞാണ്. ഇപ്പൊ അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അതിലൊരു കാര്യമുണ്ട് തോന്നുന്നു. അപ്പൊ ഇത് വല്ലാത്തൊരു മർദ്ദന സംവിധാനമായിട്ട് ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് അധ്യാപകരാണ് ആവർത്തിച്ച് പറയുന്നു. മാറുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു ഇംഗ്ലീഷ് എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വാസ്തവത്തിൽ ഉണ്ട്. ആ കാര്യമാണ് മാഷ് പറഞ്ഞത്. നമ്മളിപ്പോ നമ്മുടെ വാക്യഘടനകളുണ്ടല്ലോ, നമുക്ക് വാക്യം വളരെ അടിസ്ഥാനമാണ്. നമ്മൾ സംസാരിക്കണമെങ്കിൽ വാക്യങ്ങളുടെ ഘടനകൾ ഏതാണ്ടൊക്കെ സമ്പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിന്റെ മട്ടിലാണ്. മലയാള കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ട്, കവിതയുടെ കാര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുന്നല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രോസ് മുഴുവനായിട്ടും ഇംഗ്ലീഷ് മട്ടിലാണ്. നമുക്ക് മലയാള മട്ടിൽ ഉള്ള വാക്യഘടനകൾ പോലും തമിഴ്നാട്ടിൽ വ്യത്യസ്തമാണ്. എനിക്ക് തമിഴ് അങ്ങനെ അറിഞ്ഞൂടാ, എങ്കിലും തമിഴ്നാട്ടിൽ വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. പക്ഷെ കേരളത്തിൽ നമ്മൾ ചിന്തയുടെ ഭാഷ വാസ്തവത്തിൽ ഇംഗ്ലീഷ് ആണോ എന്നൊരു സംശയം എനിക്ക് വരാനുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ചിന്തക്കും ഭാഷ ഉണ്ടാവുമല്ലോ. നമ്മുടെ ചിന്തയുടെ ഭാഷ ഇംഗ്ലീഷായി മാറിയിട്ടുണ്ട് എന്ന് കുറെ വർഷം ഇംഗ്ലീഷ് പഠിപ്പിച്ച് ജീവിച്ച ഞാൻ തന്നെ പറയാണ്. അത് വലിയൊരു കുഴപ്പമില്ല. അതാണ് നമ്മുടെ തലച്ചോറ് എന്നുള്ള സംഗതി ഉണ്ടല്ലോ, അതാണ് ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം. അതാണ് ദൈവം, അതാണ് സംസ്കാരം. അപ്പൊ അതിൽ ഭരിക്കുന്നത് ഇന്നെങ്കിൽ നമ്മൾ ചിന്തിക്കണമെങ്കിൽ ഇംഗ്ലീഷ് വേണം. ഇംഗ്ലീഷ് അറിയുന്ന ഒരാളും മലയാളം മാത്രം അറിയുന്ന ഒരാളും വ്യത്യാസമുണ്ട്. ഇല്ല, ഇംഗ്ലീഷും മലയാളം അറിയുന്ന മലയാളിയും മലയാളം മാത്രം അറിയുന്ന മലയാളിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അയാൾ രണ്ടാം കടിയാണ്. മലയാളം മാത്രം അറിയുന്ന മലയാളി രണ്ടാം കടിയാണ് എന്ന് അയാളും വിചാരിക്കുന്നു, മറ്റേയാളും വിചാരിക്കുന്നു. അത് തെറ്റല്ലേ? അതുകൊണ്ട് നമ്മുടെ നാട്ടറിവുകൾ, ഫോക്ലോറുകാരുടെ ചെറിയൊരു പ്രൊഫഷണൽസ് ഉണ്ട്, അവരുടെ ഒരു രീതിയിലല്ല ഞാൻ പറയുന്നത്. വളരെ വിപുലമായി നമ്മുടെ പ്രകൃതിയെ
നമ്മുടെ മൂർത്തവും അമൂർത്തമായ ചിന്താ പദ്ധതികളൊക്കെ സ്ഥാനപ്പെടുത്തിയ നമ്മുടെ നാട്ടറിവുകളെ വിപുലമായി അറിയുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ വളരെ പ്രധാനമാണ്. അല്ലാതെ ഈ ഫോക്ലോർ അക്കാഡമി, ഫോക്ലോറിനെ കുറിച്ചൊരു ചെറിയ പ്രബന്ധം, ഒരു PhD, ആ നിലക്കൊന്നും നല്ല കാര്യങ്ങളാണ്. ഇതൊരു സംസ്കാരമായിട്ട്, കാലാവസ്ഥയായിട്ട് തന്നെ മാറുക. ഇന്ത്യൻ നോളജ്, വയനാടിന്റെ നോളജ്, കേരള നോളജ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ള ബോധം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ കോളനൈസേഷൻ എന്ന് പറയുന്ന അനുഭവത്തെ, അല്ല ഡീകോളനൈസേഷൻ എന്ന് പറയുന്ന അനുഭവത്തെ വാസ്തവത്തിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഈ വാക്യഘടനയിൽ വന്ന മാറ്റത്തെ കുറിച്ചാണ് മാഷ്ക്ക് ആ അഭിപ്രായത്തോട് എന്താണ്? നമ്മുടെ ഈ മലയാളത്തിൽ എഴുത്തുണ്ടല്ലോ, എഴുത്തിന്റെ ഘടനയിൽ തന്നെ ഇംഗ്ലീഷിന്റെ നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള രീതി വിട്ടിട്ട് ഈ വാക്യഘടന വരുന്നത് തന്നെ രാജഗോപാലൻ പറഞ്ഞ പോലെ ചിന്തയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു 100-150 കൊല്ലമായിട്ടുള്ള ഈ പാഠ്യപദ്ധതികൾ, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. നരവംശാസ്ത്രം എന്നുള്ള ഒരു ആന്ത്രോപോളജി. ഈ ആന്ത്രോപോളജി എങ്ങനെയാണ് ഗോത്രവർഗക്കാരെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്? അത് സമസ്ഥാനീയരായിട്ടല്ല അവരെ കണ്ടത്. യൂറോപ്പിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഒരു വലിയ പണ്ഡിതൻ വരുന്നു, കുറിച്യരെ പറ്റി പഠിക്കുന്നു, അവരുടെ ഭാഷ പഠിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം ഈ കുറിച്യ ഒരു സമൂഹത്തെ ഒരു വസ്തുവൽക്കരിച്ച് അതിനൊരു ഓബ്ജക്റ്റ് ആയിട്ട്, അതിനൊരു പുറത്തുള്ള ഒരു വസ്തുവായിട്ട് അവർ മാറ്റുകയാണ്. അറിവിന്റെ ഉൽപാദനം നടക്കുന്നത് ഒരു തരം പാർട്ടിസിപ്പേഷനിലൂടെയാവാം, ഒരു തരം പങ്കെടുക്കലിലൂടെയാവാം. അവരെ അറിയാൻ, അവരുടെ ഒപ്പം ജീവിച്ച് അവരുടേതായിട്ടുള്ള ഒരു, നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ഭാവനയിലൂടെ അവരൊരു ലോകം ഉണ്ടാക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ഈ വാക്യഘടന വരുന്നത് വാസ്തവത്തിൽ യൂറോപ്പിലൂടെ നമ്മുടെ പാഠ്യപദ്ധതികളിലും ക്ലാസ് മുറികളിലും വലിയ വരേണ്യ ബുദ്ധിജീവികളുടെ അതിനെ വളരെ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിച്ച ഒരു ചിന്തകനെ നമുക്കുണ്ട്, ഗാന്ധിയാണ്. ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞത് ഈ വെസ്റ്റേൺ സിവിലൈസേഷൻ തന്നെ ഒരു വലിയ തരത്തിലുള്ള ഹിംസാത്മകമായിട്ടുള്ള ഒരു സാമ്രാജ്യത്വവാദത്തിന്റെ അടിത്തറയിൽ നിൽക്കുന്നതാണ്. അദ്ദേഹം ഒരു പക്ഷേ അതിനെ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് റെയിൽവേ വേണ്ട, മെഡിസിൻ വേണ്ട, ആശുപത്രികൾ വേണ്ട എന്നൊക്കെ ഗാന്ധി പറഞ്ഞു ഹിന്ദ് സ്വരാജിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗാന്ധിയുടെ ഒരു ഐഡിയ ഓഫ് ദ സീക്രട്ട്, പവിത്രമായിട്ടുള്ള ഒരു ലോകത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീക്ഷണം, ഈ ഗോത്ര അനുഭവമൊക്കെ പറയുമ്പോൾ ഈ ഒരു വീക്ഷണമായിരിക്കും നമ്മൾക്ക് ഇംഗ്ലീഷിൽ കിട്ടാത്തത്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിവുകളിലൂടെ നമുക്ക് ലഭിക്കാത്ത പലതരം. ഇപ്പൊ നാരായണ ഗുരുവിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. നാരായണ ഗുരു തൻ്റെ അനുഭവത്തിൽ അങ്ങേയറ്റം ഉറച്ചു നിന്നുകൊണ്ടാണ് ലോകത്തെ കാണുന്നത്, വേദാന്തം പോലും. പിന്നെ തുടർച്ചയായിട്ട് നാരായണ ഗുരു ഉപയോഗിച്ച ഒരു വാക്ക് അറിവ് എന്നുള്ളതാണ്. അറിവ് എന്ന് പറഞ്ഞ ഒരു കവിത തന്നെയുണ്ട്. ആത്മോപദേശ ശതകത്തിലൊക്കെ വരുന്ന വലിയ ആശയങ്ങൾ അറിവിനെ പറ്റിയാണ്. ഒരു പക്ഷേ ഫ്യൂഡൽ വ്യവസ്ഥയിലൂടെ വന്ന ഒരു അറിവിന്റെ, സംസ്കൃതത്തിന്റെ ഒരു ആധിപത്യം, കൊളോണിയൽ വ്യവസ്ഥയിലൂടെ വന്ന ഇംഗ്ലീഷിന്റെ ആധിപത്യം, ഇത് രണ്ടും ഗുരുവിന്റെ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഗുരുവാണ് ഒരു പക്ഷേ ഈ ഒരു പ്രശ്നത്തെ ഏറ്റവും അധികം തൻ്റെ കൃതികളിലൂടെ, ഈ അദ്ദേഹത്തിൻ്റെ സ്വാനുഭവ ഗീത മാതിരിയുള്ള കവിതകൾ, അതിൽ അദ്ദേഹം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, സ്വന്തം അനുഭവത്തെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴാണ് അറിവുണ്ടാവുന്നത്. ജ്ഞാനം പുറത്തുനിന്നല്ല വരുന്നത്, ജ്ഞാനം ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഈ ഒരു നമ്മൾ ഇന്ന് ക്ലാസ് മുറിയിൽ ഒരു പക്ഷേ ഇതൊക്കെ ഒരു തരം നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഉള്ളിൽ ചട്ടക്കൂടിൽ ഒതുക്കാവുന്ന ആശയങ്ങളല്ല. പക്ഷെ ഈ പവിത്രം എന്ന ഒരു അനുഭവം, സീക്രട്ട് എന്ന അനുഭവം എങ്ങനെ ഈ ഒരു ജ്ഞാനോദയ കാലഘട്ടങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു ചിന്താ പദ്ധതിയിലും അത് ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് പരിസ്ഥിതിയെ പറ്റി നമ്മൾ പറയുമ്പോൾ, പരിസ്ഥിതി എന്നത്
ചരാചരങ്ങളുമായിട്ടുള്ള നമ്മളെ ബന്ധത്തെ പറ്റിയാണ്. നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലാണ്. പവിത്രമായതാണ് ജീവിതവും പ്രകൃതിയും. നമ്മൾ അതെല്ലാം ഉൾപ്പെട്ട നമ്മളതിൻ്റെ ഉള്ളിലാണ്, പുറത്തല്ല. ഇപ്പോൾ രാജഗോപാലൻ പറഞ്ഞു, വേർഡ്സ്വർത്ത് പറഞ്ഞതല്ല ശരി. നമ്മൾ പ്രകൃതിയെ പുറത്തുള്ള ഒരു ശക്തിയായിട്ടല്ല കാണുന്നത്. അപ്പൊ ഈ ഒരു ഇംഗ്ലീഷ് സിൻടാക്സ് എന്ന് പറയുന്നത് മലയാളത്തിലുണ്ട്. മലയാളത്തില് ആ ഒരു വാക്യഘടന വരുന്നത് ചിന്തിക്കുന്ന രീതിയിൽ നിന്നാണ്. അതിനെ എങ്ങനെ ഭാവനയിലൂടെ, അവിടെയാണ് ഭാവനയുടെ ഒരു വലിയ കുതിപ്പ്. ഒരു പക്ഷേ കബീർ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കബീറിന്റെ കുറെ കവിതകളുണ്ട്. നോൺസെൻസ് റൈംസ് വേണമെന്ന് പറയാം. അദ്ദേഹം പറയുന്നു, എലി പുലിയെ പിടിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ വരികളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് എന്നോട് പറഞ്ഞു തരുമോ, ഇത് എന്താണ് സംഭവം? അപ്പൊ കബീർ നിങ്ങളുടെ ഒരു വളരെ നിങ്ങൾ ഒരു പ്രത്യേക ലോകത്തെ ഉണ്ടാക്കിയെടുത്തു, ഒരു ക്രമം, ഒരു ലോകക്രമം ഉണ്ടാക്കിയെടുത്തു. അതിനെ അട്ടിമറിക്കാനാണ് ഈ ഒരു തരം സെൻസ് ഓഫ് ദി അബ്സേർഡ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഭാവന ചിലപ്പോ ഇങ്ങനെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു നിലവിലുള്ള ലോകക്രമത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നിലവിലുള്ള സിൻടാക്സ്, ചിന്താക്രമം, ഭാഷയുടെ ഘടന മാറ്റിയെടുക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ നോവലില് കുത്തും കോമയോ ഫുൾ സ്റ്റോപ്പോ ഒന്നുമില്ലാതെ, അതും ഒരു ബാറിൽ എല്ലാ ദിവസവും ബാറിൽ പോയി എല്ലാ കൊല്ലങ്ങളോളം ഇരിക്കുന്ന ഒരു അധ്യാപകൻ എഴുതിയ നോവല്, ആ തരത്തിലുള്ള ഒരു കഥാപാത്രമുള്ള നോവൽ, ഒരു ആഫ്രിക്കൻ നോവലാണ്. അദ്ദേഹം ഡാൻഡിയെ കോട്ട് ചെയ്യുന്നു, അദ്ദേഹം ഷേക്സ്പിയറെ കോട്ട് ചെയ്യുന്നു, അദ്ദേഹം ഹെമിംഗ്വേയെ കോട്ട് ചെയ്യുന്നു. ഈ ലോകം മുഴുവൻ തകിടം മറിയാണ്. അപ്പോ ഈ ലോകം സിൻടാക്സ് മാറ്റണമെങ്കിൽ ഈ ഒരു തകിടം മറിയുന്ന ഭാഷ ഉണ്ടാക്കിയെടുക്കണം. വേർഡ് ആൻഡ് വേൾഡ് എന്ന് പറയുന്ന സംഗതി, അതിപ്പോ VK-ന്റെ കൃതികളോട് നമുക്ക് പലപ്പോഴും വിയോജിപ്പുണ്ടാവും. അത് സ്ത്രീ വിരുദ്ധതയുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും അടുത്ത കാലത്ത് ശക്തിപ്പെട്ട വാദങ്ങളാണ്. പക്ഷെ മാഷ് പറഞ്ഞ പോലെ ഈ ഭാഷയെ അട്ടിമറിക്കുക എന്ന് പറയുന്ന സംഗതി, ഹു ഈസ് അഫ്രൈഡ് ഓഫ് വിർജിനിയ വൂൾഫ്, അദ്ദേഹം വിവർത്തനം ചെയ്യുന്നത് വെള്ളായണ അർജുനനെ ആര് പേടിക്കുന്നു എന്നാണ്. ആർക്കാണ് പേടി? അപ്പോൾ അതിന്റെ യുക്തി നമ്മൾ സാധാരണ റിയലിസ്റ്റിക് യുക്തിയിൽ അതിനെപ്പറ്റി ആലോചിച്ചാൽ എവിടെ എത്തൂല. അങ്ങനെ ഇംഗ്ലീഷിനെ തന്നെ കൊഞ്ചനം കാട്ടുന്ന മട്ടിലുള്ള ഒരു എഴുത്ത്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസ്കൃതമൊക്കെ അറിയുന്ന, മലയാളമൊക്കെ അറിയുന്ന അദ്ദേഹം. അപ്പോൾ VK-ന്റെ ചില നിലപാടുകളെ നമുക്ക് വിമർശിക്കാമെങ്കിലും VK ഉണ്ടാക്കിയിട്ടുള്ള ഈ ലോകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങനെ എല്ലാവരും കാണേണ്ടത്. ഒരാൾ ബ്രാൻഡ് ചെയ്ത് അതാണ് അയാളെ തൊടില്ല, അങ്ങമട്ടിൽ കാര്യങ്ങൾ പോയാൽ ശരിയാവുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സംസ്കൃതത്തിലെ എനിക്ക് വളരെ, ഞാനിപ്പോ കാര്യമായി ശ്രദ്ധിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് വരാം. അത് രാജശേഖരന്റെ കാവ്യമീമാംസയിൽ ഒരു ചെറിയ ഭാഗമുണ്ട്. എനിക്ക് സംസ്കൃതം വായിക്കാൻ അറിഞ്ഞുള്ള ചാത്തനത്ത് അച്യുതനുണ്ണി മാഷയുടെ വിവർത്തനാണ് വായിക്കുന്നത്. അത് ഭുവനകോശം എന്നാണ് പറയാ, ഭുവനകോശം. ചെറിയൊരു ഭാഗമാണ്. അതിപ്പോ ഞാൻ ചെയ്യാൻ തുടങ്ങുന്ന ഒരു പഠന പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടാണ് അന്വേഷിക്കുന്നത്. അത് കവികൾക്ക് അനിവാര്യമായും വേണ്ട ഒരു ശ്രദ്ധയെക്കുറിച്ചാണ് പറയുന്നത്. കവികൾ ഓരോ ഋതുവിലും ഉണ്ടാവുന്ന പൂക്കളെ കുറിച്ച്, മണ്ണിന് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണം. ആ പഠനത്തിന്റെ പേരാണ് ഭുവനകോശം. ഭുവനത്തെക്കുറിച്ചുള്ള അറിവ് നിലയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ചർച്ച എന്നുള്ള അർത്ഥമായിരിക്കും അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സൂക്ഷ്മതകൾ നമ്മുടെ സംസ്കൃത പാരമ്പര്യത്തിലും ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് പാരിസ്ഥിതിക സൗന്ദര്യശാസ്ത്ര ഇക്കോയിസ്തെറ്റിക്സിൽ എത്താൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. ഈ P. കുഞ്ഞിരാമൻ നായരുടെ കവിതകളെ നമ്മൾ പലപ്പോഴും പഠിക്കുന്നത് ഈ ഇന്ത്യൻ സന്ദർഭവുമായി ചേർന്നിട്ട് അല്ല. കുഞ്ഞിരാമൻ നായർ പ്രകൃതിവാദിയാണെന്ന് പറയും. വേറൊരു അധ്യായമാണ് സ്വാതന്ത്ര്യത്തിന്റെ ആളെന്ന് പറയുന്നത് വേറൊരു അധ്യായം. ഈ അധ്യായങ്ങൾ തമ്മിൽ യാതൊരു ഡയലോഗും ഇല്ല. അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ പ്രകൃതി സങ്കല്പം തന്നെയാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സങ്കല്പം. അങ്ങനെ ചേർത്ത് വെക്കാവുന്ന ഒരു രീതിയിൽ മാഷ് പറഞ്ഞ പോലെ അത് വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇത് മാറും. അപ്പൊ അങ്ങനെയുള്ള അന്വേഷണങ്ങൾക്ക് സഹായിക്കാവുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യത്തിലുണ്ട്. അത് സംസ്കൃതം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരേണ്യ കുടുക്കിൽ കിടക്കുകയാണ്. അതിനെ വിമോചനാത്മകമായിട്ട് സമകാലികവൽക്കരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത്. മാഷ് ഈ
ഇപ്പൊ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ഈ തിണസങ്കല്പമൊക്കെ ആയിട്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഈ പാരിസ്ഥിതികമായിട്ടുള്ള പല ഉണർവുകളും നമ്മുടെ ഈ എന്താണ് പാരമ്പര്യ തരത്തിലുള്ള, അതിപ്പോ അറബ് പേർഷ്യൻ ഈസ്തെറ്റിക്സിലും ഉണ്ട്. സൂഫി പാരമ്പര്യത്തിൽ ബഷീറിന്റെ തേന്മാവ് എന്നുള്ളൊരു കഥയുണ്ട്. ഇതൊക്കെ വളരെ ശക്തമായിട്ടുള്ള ചെറിയ രചനകളാണ്. ഒരുപക്ഷെ എനിക്ക് ഇതിൽ പറയാനുള്ള ഒരു കാര്യം, ഇത്തരം വായനകൾ ഇപ്പൊ നമ്മൾ പലപ്പോഴും ഈ ഭൂതകാലത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. ഡീകോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം വലുത്, മഹത്വവൽക്കരിക്കപ്പെടണം, അതിൽ സംസ്കൃതം തിരിച്ചു കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ തമിഴ് തിരിച്ചു കൊണ്ടുവരുന്നു. ഇതൊരു കെണിയാണ്, ഒരു ട്രാപ്പാണ്. അപ്പോൾ ഡീകൾണൈസേഷൻ ഓഫ് ഇമാജിനേഷൻ എന്നത് നമ്മൾ ഇന്നിന്റെ സന്ദർഭത്തിൽ മാത്രമേ നമ്മൾക്ക് എന്തിനേയും മനസ്സിലാക്കാനാവൂ. നമ്മൾക്ക് ഒരു സ്രോതസ്സിലേക്ക്, ഒറിജിനിലേക്ക്, പഴയ ഒരു സന്ദർഭത്തിലേക്ക് മടങ്ങിപ്പോകാനാവില്ല. നമ്മുടെ എല്ലാ വായനകളും ഇന്നത്തെ ഞാൻ എന്താണോ അതാണ്. നാരായണ ഗുരു സനഭാവ ഗീത, അതിൽ കുറെ ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോ അദ്ദേഹത്തിന് ശിഷ്യം പറഞ്ഞു, ഈ ശ്ലോകങ്ങളൊന്ന് പറഞ്ഞു തരൂ. അപ്പൊ ഗുരു പറഞ്ഞത്, അത് എഴുതിയ ആൾ ഇന്നില്ല, അതുകൊണ്ട് ആ ശ്ലോകങ്ങൾ തരാനാവില്ല. ഒരു കവി എഴുതിയ ആ കവി പിന്നീടില്ല, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ആ കവി ഇല്ല. ആ തരത്തിൽ നമ്മൾക്ക് പ്രാപ്യമായത് നമ്മുടെ ഇന്നിന്റെ ഒരവസ്ഥയിൽ മാത്രമാണ്. നമുക്ക് ഓഡിയൻസിന് സമയം കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും അധ്യാപകരാണ്, കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും. തീർച്ചയായിട്ടും we would like to listen to the audience. പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചതായി നേരിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ ഇതിൻ്റെ ഒരു അനുബന്ധമായിട്ട് വരും എന്നൊരു തോന്നൽ നിന്നാണ് ഈ ഒരു സംശയം ചോദിക്കുന്നത്. ഒന്ന്, ഡീകോളനൈസേഷനെ കുറിച്ച് ഇങ്ങനെ സൂചിപ്പിച്ച് വന്ന് ഒരുപക്ഷെ രാജഗോപാൽ സാർ തന്നെ സൂചിപ്പിച്ച ഇന്ദുലേഖയിൽ, അതായത് കള്ളന്മാരുടെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന രൂപത്തിൽ ആ കാലത്തൊരു പരാമർശം ഉണ്ടായിരുന്നു. കള്ളന്മാരുടെ കൂടിയാ, സോറി. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോഴ് ഈ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലേക്കും ഇതേപോലെ, അതായത് ഈ ഒരു ഭാഷ എന്ന് പറയുന്നത് അതിനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതാണ് എന്നൊരു പൊതുബോധം ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോഴും കേരളത്തിന്റെ ഒരു വികസന പ്രശ്നങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, കേരളം ഒരു വിജ്ഞാന സമൂഹമായിട്ടും അതിൽ നിന്നൊരു വിജ്ഞാന സമ്പദ്ഘടനയായിട്ട് മാറണമെന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ലോകഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷിന് യഥാർത്ഥത്തിൽ ഒരു പ്രാധാന്യമില്ലേ? അത് ആ പ്രാധാന്യത്തെ തിരിച്ചു കൊണ്ടുവരില്ലല്ലേ? അതിന്റെ അർത്ഥം ഇംഗ്ലീഷ് മാധ്യമത്തിൽ ആകുക എന്നുള്ളതല്ല, മറിച്ച് ഇംഗ്ലീഷിനെ ഈ കള്ളന്മാരുടെ കൂടി ആണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ മാറ്റി നിർത്താതെ അതിനെ മാതൃഭാഷ കൈകാര്യം ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കേണ്ടതല്ലേ എന്ന്. ഇംഗ്ലീഷിനെ നമ്മൾ കള്ളന്മാരുടെ കൂടി ഭാഷയായിട്ട് പരിഗണിക്കാറില്ല. നമ്മൾ അങ്ങനെ ഇന്ദുലേഖയിൽ സാധിച്ചത് ഞാൻ കണ്ടുപിടിച്ച കാര്യമല്ല. ഇന്ദുലേഖ വായിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ശാന്തമേനോന്റെ അബോധമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളില് അദ്ദേഹം കൊളോണിയൽ കോടതിയിൽ ജോലി ചെയ്ത ആളാണ്, കൊളോണിയൽ ആശയങ്ങൾ ഉൾക്കൊണ്ട ആളാണ്, ഹെൻറിറ്റ ടെമ്പിൾ വായിച്ച ആളാണ്, ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളാണ്, എന്താണ് ഇംഗ്ലീഷ് ഭക്ഷണ രീതികളെ കുറിച്ച് അറിയുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലും മറ്റു ചില ആശയങ്ങളുണ്ട്. ഓതോറിയൽ ഇന്റന്റ് നമ്മൾ പറയില്ലേ, എഴുത്തുകാരന്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തെ മറികടക്കുന്ന പല കാര്യങ്ങളും ഒരു കൃതിയിലുണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹം. കള്ളന്റെ കൂടി ഭാഷയാണ്. ഇംഗ്ലീഷിന്റെ പ്രാധാന്യം ആരും എടുത്തു കളയുന്നില്ല. ഇംഗ്ലീഷ് പക്ഷേ ചില രാജ്യങ്ങളിൽ, ചൈനയിൽ ഇംഗ്ലീഷ് ഉണ്ടോ? ചൈന ലോകത്തിലെ വലിയ രാജ്യങ്ങളൊന്നല്ലേ, അവർ ഇംഗ്ലീഷിന് ഇന്ത്യക്കാർ കൊടുക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അത്തരം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം നമുക്ക് അവഗണിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു.
ഇംഗ്ലീഷ് അല്ലാത്ത ഒരു ലോകം. ഇപ്പോ മുതലാളിത്തത്തിന്റെ ഭാഷയാണ് സാറ് പറഞ്ഞ കാര്യം. ലളിതമായി പറഞ്ഞാൽ നവ മുതലാളിത്തത്തിന്റെ ഭാഷയായിട്ട് മീഡിയമായിട്ട് ഇംഗ്ലീഷ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവരത് ഉറച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് പഴയ ഇപ്പോ ഓസ്ട്രേലിയ പോലുള്ള കോളനി പഴയ അവരുടെ രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ആവശ്യമാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത ചില വ്യവഹാരങ്ങൾ കൂടി സാധ്യമാകണം. മറ്റു ഭാഷകളും നമുക്ക് കമ്പ്യൂട്ടർ പോലുള്ള മേഖലകൾ ഉപയോഗിക്കാൻ പറ്റിയാൽ അത് വലിയ ഒരു മാറ്റമായിരിക്കും തോന്നുന്നു. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു ഭാഷയും അത് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ മാത്രമായിട്ട് നിലനിൽക്കുന്നില്ല. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് അധികാരത്തിന്റെ ഭാഷയാകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഹിന്ദിക്കും ഇതേ പ്രശ്നമുണ്ട്. ഹിന്ദി നിങ്ങള് ദക്ഷിണേന്ത്യയെ കോളനൈസ് ചെയ്യാനുള്ള ഭാഷയാവുമ്പോൾ ഹിന്ദി കവിത ഞാൻ വായിക്കാറുണ്ട്. ഹിന്ദിയിൽ വലിയ കവികളുണ്ട്, അവരുമായിട്ട് നമുക്ക് സംവദിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഇംഗ്ലീഷ് അത് ഒരു പ്രത്യേക തരത്തിലുള്ള, ഇപ്പോ രാജഗോപാലൻ പറഞ്ഞ പോലെ ഗ്ലോബലൈസേഷന്റെ, ക്യാപിറ്റലിസത്തിന്റെ ഒരു പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഏജിന്റെ ഭാഷയെന്ന് സ്വയം ഭാവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നോളജ് ഭാഷയാണെന്ന്, വിജ്ഞാന ഭാഷയാണ്. എല്ലാ ഭാഷകൾക്കും വിജ്ഞാന ഭാഷ എന്ന ഒരു നിലയുണ്ട്. ഗോത്രഭാഷകളിലും വിജ്ഞാനമുണ്ട്. അവിടെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അപകോളനീകരണം. എന്തുകൊണ്ട് ഗോത്രഭാഷകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു, അവരുടെ അറിവുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു. അപ്പോൾ ഒരു ഭാഷ നിങ്ങളെ പ്രത്യേക തരത്തിൽ സ്വാധീനിച്ച് നിങ്ങളുടെ ഭാവനയെ തന്നെ, മാനസികമായിട്ടുള്ള കഴിവുകളെ തന്നെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു അപകട മേഖലയാണ്. തീർച്ചയായിട്ടും ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്ന ആളാണ്, കവിതയടക്കം. നല്ലതോ ചീത്തയോന്ന് നാട്ടുകാർ വായനക്കാർ തീരുമാനം. പക്ഷെ അത് ആവശ്യമായി വരുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സാഹചര്യത്തിന്റെ, സന്ദർഭത്തിന്റെ ഭാഷയാണ് ഇംഗ്ലീഷ്. നമ്മൾക്ക് ക്ലോക്ക് തിരിച്ച് 18-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാനാവില്ല. ഞാൻ പിറന്ന മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിലൂടെ പല അറിവുകളിലേക്കും ഞാൻ വളർന്നു. അതുകൊണ്ട് ആ പ്രോസസ് അത് ഞാൻ തള്ളിപ്പറയുന്നില്ല. പക്ഷെ അധികാരത്തിന്റെ ഒരു തരം അച്ചടക്കത്തിന്റെ, ക്രമീകരണത്തിന്റെ, മേധാവിത്വത്തിന്റെ ഒക്കെ ഭാഷയാവുമ്പോൾ അത് നമ്മളെ കീഴടക്കും. അതിനെതിരെയാണ് നമ്മളെ ഈ ഒരു ഡിസ്കഷൻ തന്നെ, അതിനെതിരെ എന്നുള്ള അത് ഇന്ദുലേഖ ഒരു ഉദാഹരണമായിട്ട് രാജഗോപാൽ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഡീകോളനൈസ്ഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സങ്കല്പം ഉണ്ടല്ലോ, നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. കോളനി സ്വഭാവം ഇല്ലാത്ത ഇംഗ്ലീഷ്, അത് ആ നിലക്ക് ഇംഗ്ലീഷ് വളരാൻ സാധിക്കുമെന്നല്ല. ഈ കോളനിവൽക്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാല് ചോദ്യമില്ലാതാവുക എന്നുള്ളതാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കാത്തവരായി മാറുമ്പോൾ നിങ്ങൾ കോളനിക്കാരായി മാറുന്നു എന്ന് പറയുന്നൊരു വിഷയം. എന്ന് പറഞ്ഞാൽ മലയാളം പൂർണ്ണമായിട്ടും അരാജകവൽക്കരിക്കപ്പെടുകയോ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും നമ്മുടെ സിലബസുകളിൽ കാഫ്കയുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു തലതിരിഞ്ഞൊരാശയാണ്. കാഫ്കയെ പഠിപ്പിക്കാനുണ്ടെന്ന് പറയുമ്പോൾ തലതിരിഞ്ഞൊരാശയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നറിഞ്ഞാൽ കൊള്ളാം. തീർച്ചയായിട്ടും കാഫ്കയെ നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നത് വലിയ ചോദ്യമാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്റററി ഫെസ്റ്റിവലില് റഫീഖ് എനിക്ക് തന്ന വിഷയം കാഫ്ക ബംഗാളിലൂടെ ധർമ്മപുരാണം വരെ എന്നുള്ള. അപ്പൊ നമ്മളത് ഡിസ്കസ് അതിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ മുന്നോട്ട് വെച്ചത്, കാഫ്ക നിങ്ങളോട് പറയുന്നത് ഫാസിസം പുറത്തല്ല അകത്താണ്, നിങ്ങളുടെ കുടുംബത്തിലാണ്. മെറ്റമോർഫോസിസ് വായിച്ചാല് നിങ്ങളൊരു അപരജീവിയായി, വിചിത്ര ജീവിയായിട്ട് മാറുന്നത് ഒരു കുടുംബത്തിന്റെ ഉള്ളിലാണ്. ആ കുടുംബമാണ് നിങ്ങളെ, ആ സഹോദരനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ സഹോദരിയാണ് ഒരു 4 ദിവസം പറയുന്ന അതിനെ പുറത്ത് കളയൂ, നമ്മുടെ ജീവിതം തുടരണം. ഈ അപരത്വത്തിന്റെ കാഫ്കയെ ഉപയോഗിച്ച് നമ്മൾ ഇത് പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാഫ്കയെ നമ്മൾ എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ഷേക്സ്പിയർ ഉപയോഗിച്ചിട്ട് ഇപ്പൊ കാലിബിനെ പറ്റി പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോസ്പെരോ അല്ലെങ്കിൽ ഫെർഡിനാൻഡിനെ പറ്റി പറയാം.
ഉത്തരമായോ എന്നറിയില്ല. അത് തീർച്ചയായിട്ടും ഈ കോട്ടയും മറ്റേ വിചാരണയും, ദ കാസൽ ആൻഡ് ദ ട്രയൽ, ഇതിൽ അദ്ദേഹം ഒരു നിരന്തരമായിട്ടുള്ള ഒരു അവ്യവസ്ഥയിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. ഒരിക്കലും ഉത്തരം വരുന്നില്ല. നമ്മുടെ ബ്യൂറോക്രസി എങ്ങനെയാണ്? നമ്മുടെ ബ്യൂറോക്രസി, ദ ട്രയൽ എന്ന നോവൽ, വിചാരണ, അദ്ദേഹം കോടതിയുടെ എല്ലാ ഞായറാഴ്ചയും കോടതിയിലെത്തണം. അവിടുത്തെ പല മുറികളിലും പോകുന്നു. അപ്പോ ഒരു മുറി വാതിൽ തുറക്കുമ്പോൾ കാണുന്ന ചാട്ടവാറ കൊണ്ട് 4 പേരെ അടിക്കുന്നതാണ്. അപ്പോ അസംബന്ധം എന്നൊക്കെ പറയാം, പക്ഷെ ഇത് ബ്യൂറോക്രസിയുടെ റിയാലിറ്റിയാണ്. ഈ കോളനി വൽക്കരിക്കപ്പെട്ട ജനതയുടെ ഒരു എവരിഡേ റിയാലിറ്റി തന്നെയാണ് ഒരു പക്ഷേ ജൂതനായ കാഫ്കക്ക് ഒരുതരം വിഷണറി അനുഭവമായിട്ട് ബോധ്യപ്പെട്ടത്. അതിലൊരു വിഷണറി എലിമെന്റ് ഉണ്ട്. കാരണം അദ്ദേഹം അക്കാലത്തെ ഒരു സമൂഹത്തിന് മനസ്സിലാവുന്ന ഭാഷയിലല്ല എഴുതി. അതുകൊണ്ടാണ് ഇന്ന് നമ്മളത് വീണ്ടും വീണ്ടും വായിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ. തീർച്ചയായും കാഫ്ക ഒരു വലിയ, നമ്മുടെ സന്ദർഭത്തില് കാഫ്കൻ എന്ന് പറയുന്നതാണ് നമ്മുടെ റിയാലിറ്റി. ഇന്ത്യയില് ഇന്നുള്ള, കേരളത്തിൽ ഒരു പക്ഷേ കുറച്ചൊക്കെ ഉള്ള ഒരു യാഥാർത്ഥ്യം ഒരു കാഫ്കൻ എന്ന് പറയേണ്ടി വരും. ഇപ്പൊ ഈ ജ്ഞാനത്തിന്റെ ഭാഷയായിട്ടൊക്കെ ഇംഗ്ലീഷ് നിലനിൽക്കുന്നതിന്റെ ഒരു കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ കേരളത്തിന്റെ ഒരു സന്ദർഭത്തിൽ ഒരുപാട് ഇപ്പൊ ചർച്ച ചെയ്യാറുള്ള വിഷയമാണ്. ഒന്ന് ഈ പറയുന്ന ജ്ഞാനഭാഷ. ഇത് പ്രധാനമായിട്ടും വരുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ ഭാഷയായിട്ട് ഇപ്പോഴും ഇംഗ്ലീഷ് നിലനിൽക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇപ്പോ ഈ മലയാളത്തിൽ ജ്ഞാനം ഉത്പാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് മലപ്പുറത്തൊരു യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ട്. എങ്കിൽ പോലും അത് ആവശ്യമുള്ള രീതിയിലേക്ക് ഈ പറയുന്ന സംഭവം എത്തിയിട്ടില്ല. അതുപോലെ തന്നെ അധികാരത്തിന്റെ ഭാഷയായിട്ട്, അതായത് കേരളത്തിലെ കീഴ്ക്കോടതികളിൽ ഇപ്പോഴും മറ്റേ എന്താ പറയാ വിധി പ്രസ്താവനകൾ നടത്തുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അപ്പൊ അത് മാറ്റണം എന്നുള്ള തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ഈ കാര്യങ്ങൾ നമ്മൾ നാട്ടുകാരോട് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പലപ്പോഴും പ്രതികരിക്കുന്നത് എനിക്ക് തോന്നുന്നത് വളരെ കോൺക്രീറ്റ് ആയ ഒരു കാര്യം അവർ പറയുന്നത്, നമ്മുടെ നാട്ടിൽ തൊഴിലില്ല, തൊഴിൽ തേടി മലയാളികൾ പുറത്തു പോകുന്നവരാണ്. അപ്പോ അതിന് പറ്റിയ രീതിയിലുള്ള ഭാഷ, അതായത് ഉത്പാദന വ്യവസ്ഥയുടെ ഒരു ഭാഷയായിട്ടും ഇംഗ്ലീഷ് പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് പൊതുസമൂഹം കാണുന്നത്. അപ്പൊ ഈ മേഖലകളിലൊക്കെ ഉള്ള ഇംഗ്ലീഷ് ആധിപത്യത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സമരങ്ങൾ, പ്രത്യക്ഷ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ എന്താ പറയാ PSC പരീക്ഷ മലയാളത്തിലാക്കാൻ വേണ്ടി ഇവിടെ മലയാള ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ സമരം ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധ നേരത്തെ പറഞ്ഞല്ലോ, മുതലാളിത്തത്തിന്റെ കൂടെ ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പൊ ഈ പറയുന്ന മുതലാളിത്ത വിരുദ്ധത, ഈ അധികാര ഭാഷ എന്നുള്ള പ്രശ്നം, ഈ ജ്ഞാനോത്പാദനത്തിന്റെ ഭാഷ എന്നുള്ള രീതിയിലുള്ള ഇംഗ്ലീഷിന്റെ ആധിപത്യം, ഈ മേഖലകളിലൊക്കെ കൂടെ ഉള്ള ഇംഗ്ലീഷ് ആധിപത്യത്തിനെതിരെ നടക്കുന്ന സമരങ്ങളെ ഈ സാംസ്കാരിക മേഖലയിൽ നടക്കുന്ന ഡീകോളനൈസേഷൻ പ്രൊജക്റ്റുമായിട്ട് ചേർത്ത് നിർത്തിയാലല്ലാതെ ഇതിന്റെ പൂർണ്ണതയിലേക്ക് വരുമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകർ എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കവിതയും സാഹിത്യവും കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇതിനേക്കാൾ വലിയ കൺസേൺ ആണ് ഈ പറയുന്ന തൊഴിൽ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോ അതിനോട് എങ്ങനെയാണ് അത് എങ്ങനെ അങ്ങനെ ഒരു ആവശ്യകത നമ്മുടെ നാട്ടിലെ ഇല്ലേ, നിലനിൽക്കുന്നില്ലേ എന്നുള്ളതാണ്. നേരത്തെ കാര്യം പറയുണ്ടായി, പുതിയ മുതലാളിത്തത്തിന്റെ പഴയ മുതലാളിത്തത്തിന്റെയും ഭാഷയായിട്ടാണ് ഇംഗ്ലീഷ് നമുക്ക് പരിചയം. പക്ഷെ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇംഗ്ലീഷ് മാത്രമല്ല പ്രധാനപ്പെട്ട ഭാഷ. അങ്ങനെയുള്ള വലിയ ഈ തൊഴിലുകൾ നൽകാൻ പറ്റുന്ന ഭാഷ നാടുകളുണ്ട്. അവിടെ ഇംഗ്ലീഷ് അല്ല. മാത്രമല്ല, നമ്മുടെ പ്ലാനിങ്ങിൽ തന്നെ വലിയ മാറ്റം വരേണ്ടതുണ്ട്. ഇന്ത്യയിലെ ആളുകൾക്ക് ഇന്ത്യയിൽ തന്നെ തൊഴിൽ കൊടുക്കാവുന്ന തരത്തിലുള്ള ഒരു പ്ലാനിങ്, ഒരു ജനകീയ രാഷ്ട്രീയ മുഖത്തോടു കൂടിയിട്ടുള്ള, മുഖമല്ല ഉള്ളടക്കത്തോടു കൂടിയിട്ടുള്ള പ്ലാനിങ് ഇല്ല. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിന്റെ കൊളോണിയൽ അധികാര സ്വഭാവത്തിനെതിരായിട്ടുള്ള ചർച്ചകൾ വാസ്തവത്തിൽ അതിന്റെ വിപുലമായ അർത്ഥത്തിൽ പ്ലാനിങ് എന്നുള്ള വിഷയത്തിൽ തന്നെ ചെന്ന് മുട്ടും, യാതൊരു സംശയമില്ല. ഇതൊന്നും ഒരു സാംസ്കാരിക, പറഞ്ഞല്ലോ ഈ കവിത സാഹിത്യം ആ നിലക്ക് വരാനേ പാടില്ല. കവിതയിലുള്ളത് കവിതയല്ലല്ലോ, കവിതയിലുള്ള ലോകമാണ്. കവിതയുടെ ഉള്ളടക്കം ഭാഷയല്ല.
കവിത ഉള്ളടക്കം ജീവിതമാണ്, ചരിത്രമാണ്. അപ്പൊ ആ നിലക്ക് തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് നമ്മുടെ ചർച്ച പുരോഗമിക്കുന്നുണ്ട്. യുവാവായിട്ടുള്ള ഒരാൾ വന്ന് പറഞ്ഞു എന്നുള്ളത് ഈ ചർച്ചയുടെ ഒരു പിന്നെ മികവ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് യഥാർത്ഥ വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുന്നു. നമ്മളെ ഈടെ കൂടിയിരിക്കുന്ന ആളല്ല, പൊതുബോധം അങ്ങനെയാണ്. അതുകൊണ്ട് അധികാരത്തിന്റെ ഭാഷ, അധികാരവും സമ്പത്തും ഒന്നാണ്. അധികാരത്തിന്റെ ഭാഷ എന്നുള്ള നിലക്ക് ഇംഗ്ലീഷിനെ ചോദ്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ചേർത്ത് വെച്ച് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് പിന്നെ സംസ്കൃതത്തിന്റെ ചില പ്രശ്നങ്ങളെ കുറിച്ച് അറിയാം, ഇംഗ്ലീഷിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും അറിയാം. രണ്ടും അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയിലെ ജീവിതാവസ്ഥകൾ, ഇന്ത്യയിലെ സാഹിത്യം, ഇന്ത്യയിലെ സംസ്കാരം, ഇന്ത്യയിലെ കലകൾ, ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇംഗ്ലീഷിൽ നിന്ന് കിട്ടുന്ന സിദ്ധാന്തങ്ങൾ ആണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ കിട്ടുന്ന സിദ്ധാന്തങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഇതിനൊക്കെ നമ്മൾ പറയുന്നല്ലാതെ വേണ്ടത്ര ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ അഭിപ്രായമില്ല. എനിക്ക് തോന്നുന്നത് അതിന് പകരം വെക്കാവുന്ന ഒരു കാര്യം, സിദ്ധാന്തങ്ങൾക്ക് പകരം വെക്കാവുന്ന ഒരു കാര്യം അനുഭവങ്ങളാണ്. ഇന്ത്യൻ അനുഭവങ്ങൾ, ഇന്ത്യൻ അനുഭവം. പേരെന്താ? നവീൻ പറഞ്ഞ അടക്കമുള്ള അനുഭവങ്ങളുണ്ട്, ഇന്ത്യൻ അനുഭവങ്ങൾ. ആ അനുഭവങ്ങൾ നിരന്തരം ശ്രദ്ധിക്കുക എന്നുള്ളത് ഇന്ന് നമ്മുടെ സാമൂഹ്യ വിമർശനത്തിന്റെ, വ്യവസ്ഥാ വിമർശനത്തിന്റെ, സാംസ്കാരിക വിമർശനത്തിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാഷ് സംസാരിക്കുന്ന, മാഷ് ഗുജറാത്തിൽ ജോലി ചെയ്തതാണ്. എന്റെ കൂടി ഒരു പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് മാഷ് ഗുജറാത്തിലെ അനുഭവങ്ങൾ കൂടി ഉൾച്ചേർന്ന ഒരു പുസ്തകം ഇറക്കിയത്. മാഷ് അത് കാര്യമായിട്ട് ലേഖനമായിട്ട് വിചാരിച്ചതല്ല, പുസ്തകം സമാഹരിക്കണം വിചാരിച്ചതല്ല. ഞങ്ങളെപ്പോലുള്ള ചില ആളുകൾ പറഞ്ഞിട്ടാണ് ഗുജറാത്തിലെ അനുഭവങ്ങൾ. ഗുജറാത്ത് കലാപം നേരിട്ട് കണ്ട ആളാണ്, ഗുജറാത്തിലെ പ്ലേഗ് ബാധ നേരിട്ട് കണ്ട ആളാണ്. അപ്പൊ മാഷ് നമ്മുടെ ഭാഷയിൽ ആ നിലക്ക് തുടക്കം ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യൻ കൃതികളെ, ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെ വിലയിരുത്താന്നുള്ളത്. സിദ്ധാന്തങ്ങളെ കിടക്കട്ടെ, നമ്മൾ സിദ്ധാന്തങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ട കാര്യമില്ല. എന്റെ സാഹിത്യ ജീവിതത്തിന് സംഗ്രഹം ഇതാണ്, സിദ്ധാന്തങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ട യാതൊരു ആവശ്യമില്ല. സിദ്ധാന്തങ്ങൾ കഥകളാണ്, സിദ്ധാന്തങ്ങൾ ഒരു ടെക്സ്റ്റാണ്. സിദ്ധാന്തങ്ങൾ മാർക്സിസം അടക്കമുള്ള എല്ലാ സിദ്ധാന്തങ്ങളും ടെക്സ്റ്റുകളാണ്. അതിന് ആ മൂല്യമുണ്ട്, ആ മൂല്യമേ ഉള്ളൂ. അല്ലാതെ ഇത് ഒരു അധികാര രൂപമാണ്, അതിനപ്പുറത്തും ഇപ്പുറം ചിന്തിക്കാൻ പാടില്ല, മണ്ടത്തരാണ്. ഒരു ടെക്സ്റ്റ്, ഒരു സിദ്ധാന്തത്തിന്റെ 10-15 വാക്കുകൾക്കുള്ളിൽ ഒതുക്കാവുന്നതല്ല ജീവിതം. മാത്രമല്ല സിദ്ധാന്തം ഒരു ഭാഷാ രൂപമായതുകൊണ്ട് ഭാഷയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടാവും. ഒരു സിദ്ധാന്തത്തിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടാവും. കേരളത്തിന്റെ ഒരു ബുദ്ധിജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ നമ്മുടെ മൂർത്തമായ അനുഭവങ്ങളെ അവഗണിക്കുകയും സിദ്ധാന്തങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തും ചെയ്യുന്നതിലാണ്. അത് കേരള ബുദ്ധിജീവിതത്തിന്റെ, ഇന്റലക്ച്വൽ ലൈഫിന്റെ ഏറ്റവും വലിയ തകരാറാണ്. നമ്മൾ ബസ്സിൽ ഉറങ്ങുന്നതാക്ക് സാഹിത്യ രൂപം എഴുതാൻ അവകാശമില്ല. ഞാൻ എത്ര വർഷങ്ങളായി പറയാം, ബസ്സിൽ ഉറങ്ങും ചില ആൾ. സാഹിത്യ രൂപയുടെ ക്ലാസ്സിൽ പോയി പ്രസംഗിക്കും. നിങ്ങൾ ബസ്സിൽ ഉറങ്ങും, പുറത്തേക്ക് നോക്കൂ പ്രൊഫസർ, മാഷെ, നിങ്ങൾ പുറത്തേക്ക് നോക്കൂ, ജീവിതം കാണൂ എന്ന് പറയില്ല. അപ്പൊ ജീവിതം കാണുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം. അതിൽ നിന്നുണ്ടാവുന്ന ബോധമാണ് സിദ്ധാന്തം. അങ്ങനെ സിദ്ധാന്തം എന്നുള്ള ആശയത്തെ തന്നെ, അല്ലാതെ കുറെ പണ്ഡിതന്മാരുടെ ഒരു മേഖലയായിട്ട് സാംസ്കാരിക ലോകത്തെയും സാമൂഹ്യ വിമർശനത്തെയും മാറ്റിക്കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഇതിൽ ഇടപെടാനുള്ള അവകാശവും അർഹതയും എല്ലാ ആളുകൾക്കും ഉണ്ട്. അങ്ങനെ വിശാലത രൂപപ്പെടുക എന്നുള്ളതാണ് വയനാട്ടിന്റെ പ്രത്യേകമായിട്ടുള്ള സാംസ്കാരിക രാഷ്ട്രീയ അന്തരീക്ഷം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ചെറിയൊരു കാര്യം, തീർച്ചയായിട്ടും ഇത് ഇപ്പോ മറാഠിയിലെ ദളിത് എഴുത്തുകാർ അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഇംഗ്ലീഷ്, ഇപ്പോ നാരായണഗുരു പറഞ്ഞു ഇംഗ്ലീഷാണ് എനിക്ക് സന്യാസം തന്നത്, അതിനെപ്പറ്റി ഗോപികൃഷ്ണൊക്കെ എഴുതി. മറാഠി ദളിത് എഴുത്തുകാർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഇംഗ്ലീഷിന് വേണ്ടി ഒരു അമ്പലം തന്നെ, ക്ഷേത്രം തന്നെ നാഗ്പൂരിൽ പണിത ദളിത് കമ്മ്യൂണിറ്റി. എവിടെയോ വെച്ച് സംസ്കൃതവും മറാഠിയും ഒരുപോലെ തന്നെ അവർക്ക് അധികാര ഭാഷകളാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിക്കുന്നതിലൂടെ അവർക്ക് ഒരു തരം മൊബിലിറ്റി കിട്ടുന്നു. നിങ്ങൾ പറഞ്ഞ തൊഴിൽ വളരെ പ്രധാനമാണ്. ആത്യന്തികമായിട്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കണം, അതിജീവിക്കണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾക്ക് ഒരു പക്ഷേ ഇംഗ്ലീഷ് അല്ലെങ്കിൽ വേറൊരു വിദേശ ഭാഷ പഠിക്കേണ്ടത് ഇന്നത്തെ നിലക്ക് മലയാളിയുടെ അത്യാവശ്യമാണ്. നമ്മുടെ ഒരു വലിയ പ്രവാസി ഒരു സമൂഹമുണ്ട്. അവർ പലതരം രാജ്യങ്ങളിൽ പലതരം രീതികളിൽ
പലതരം സന്ദർഭങ്ങളിൽ എങ്ങനെയാ ജീവിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ ഭാഷ അവിടെയൊക്കെ അവരെ നിത്യ ജീവിതത്തിലെ ഒരു വലിയ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ടാക്സി ഡ്രൈവർ എന്ന നിലക്ക് കിട്ടുന്ന ഒരു ജോലി അവിടെ ഇംഗ്ലീഷ് പ്രധാനമാണ്. നിങ്ങൾ ഒരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ, ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ അതിന് നിങ്ങൾ മലയാളം കൈ വിടേണ്ട ആവശ്യമില്ല. ഞാൻ മലയാളം ഒരിക്കലും കൈവിട്ടില്ല. എല്ലാ കാലത്തും ഇംഗ്ലീഷ് പഠിപ്പിച്ചു, ഇംഗ്ലീഷിൽ എഴുതി, ഇന്ത്യ മുഴുവൻ നടന്ന ഇംഗ്ലീഷിലും സംസാരിച്ചു. പക്ഷെ മലയാളത്തെ പറ്റി സംസാരിച്ചു. ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ചയിൽ കൊണ്ടുവരാത്ത ഒരു കാര്യം ട്രാൻസ്ലേഷൻ. നമ്മൾ ആലോചിച്ചിരുന്നു, ഈ ട്രാൻസ്ലേഷനിലൂടെ നമ്മൾ നിരന്തരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സൽമാൻ റഷീദ് പറഞ്ഞ വി ആർ ട്രാൻസ്ലേറ്റഡ് മെൻ ആണ്. അപ്പൊ നമ്മൾ പരിഭാഷപ്പെടുത്ത മനുഷ്യരാണ്, പരിഭാഷപ്പെടുത്തപ്പെട്ട മനുഷ്യരാണ്. എങ്ങനെ നമ്മൾക്ക് വെറും മലയാളത്തിൽ നമ്മുടെ മുഴുവൻ ജീവിതം ജീവിക്കാനാവും? നമ്മുടെ വരുന്ന തലമുറ ഒരു പക്ഷേ അത്ര തന്നെ ചെയ്യാനാവില്ല. മലയാളത്തിന്റെ ഒരു ഭാവി അത് നമുക്ക് വേറെ തന്നെ ചർച്ച ചെയ്യാം. പക്ഷെ അതിജീവനത്തിന്റെ ഭാഷയായിട്ട് ചില വിദേശ ഭാഷകൾ ഇന്ന് ഒരു ആഗോളവൽക്കരണത്തിന്റെ സന്ദർഭത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. അവയെ അവഗണിക്കാനാവില്ല. അത് നിങ്ങൾ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നു. താങ്ക്സ്. ഈ ചർച്ച തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു എന്നേ പറയാനുള്ളൂ. സമയം, ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത് പ്രധാനമാണ്. കാലത്തോടെ നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല. അതുകൊണ്ട് 1.5 മണിക്കൂറാണ് അനുവദിച്ച സമയം, അത് തീരുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ മാഷ് അടക്കമുള്ള എല്ലാവരോടും നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടു. വളരെ വളരെ നന്ദി. നമസ്കാരം.